എല്ലാവർക്കും സ്വാഗതം. ശ്രീ അൽഫോൺസ് കണ്ണന്താനത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം മലയാളിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും അറിയാം, ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്തൊരു ചെറിയ ഗ്രാമത്തിൽ വളർന്ന് SSLC പരീക്ഷയിൽ 42% മാർക്ക് നേടി വാങ്ങിയൊരു കുട്ടി പിന്നീട് സിവിൽ സർവീസിൽ ഉന്നത റാങ്കോടുകൂടി പാസ്സാവുകയും പല മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ശേഷം ആ ബ്യൂറോക്രസി വിട്ട് പൊളിറ്റിക്സിലേക്ക് വരികയും MLAയും MP-യും കേന്ദ്രമന്ത്രിയുമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഇന്നുള്ള ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണെന്ന് നിങ്ങൾക്കറിയാം. 2 പുസ്തകങ്ങൾ, ബെസ്റ്റ് സെല്ലറുകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്ത് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയൊരു പുസ്തകം വരാനിരിക്കുന്നു. അപ്പം നേരിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം, സമയം കളയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ കാണുന്നത് സിവിൽ സർവീസിൽ വരുന്ന ആളുകൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി സിവിൽ സർവീസ് വന്നതിന് ശേഷം ആ ജോലിയിൽ കുറേ നാൾ പ്രവർത്തിച്ച് അത് വിട്ട് പൊളിറ്റിക്സിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ തന്നെയും ഒരുപാട് പേര് സിവിൽ സർവീസ് ഉപേക്ഷിക്കുകയും പൊളിറ്റിക്സിലേക്ക് വന്ന് അവിടെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ്? ഗുഡ് മോർണിംഗ് എവറിബോഡി. താങ്ക് യു അജീഷ്, താങ്ക് യു ഹോർത്തൂസ്, എന്നെ ഈ ഹോർത്തൂസ് പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്. ആൻഡ് വെരി നൈസ് ടു സി ഓൾ ഓഫ് യു. എനിക്ക് തോന്നുന്നു എൻ്റെ ആശയം, ഞാൻ എന്തുകൊണ്ട് IAS രാജിവെച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ IASനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അടുത്ത 13 ജന്മത്തിൽ ഞാൻ IASകാരനാവും. പക്ഷെ ഓരോ പ്രാവശ്യം ഞാൻ രാജിവെക്കും, അത് വേറെ കാര്യം. കാരണം നമ്മൾ ഒന്നേ ജീവിക്കുകയുള്ളൂ, ഒന്നേ ജനിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഓരോ പ്രാവശ്യം രാജിവെക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതം മുഴുവൻ നല്ല എക്സൈറ്റ്മെൻറ്റോട് നമ്മുടെ ജീവിതം അങ്ങ് പൂർണ്ണമാക്കണം. അല്ലാതെ നമ്മൾ ഒരു മേഖലയിൽ ചെന്നിട്ട് അവിടെ കുറേ ഫയൽ ഒപ്പിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു, അത് പോരാ. കാരണം ലൈഫ് ഹാസ് ടു ബി ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഇസ്ന്റ് ഇറ്റ്? അതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നല്ല ആൾക്കാർ, എഗെയിൻ നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നല്ല ആൾക്കാർ, ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ഈ ഹൃദയത്തിൽ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ. നന്മയുണ്ടെങ്കിൽ അത് കാണിക്കണം. ഞാൻ നല്ല ആളാണ്, അതെങ്ങനെ അറിയുന്നത്? എങ്ങനെയാണ്? ഞാൻ നല്ല ആളാണെങ്കിൽ എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ കാണിച്ചു കൊടുക്കുക. അപ്പം ഞാൻ സബ് കളക്ടറായിരുന്നു, മിൽമയുടെ MD ആയിരുന്നു, ഡൽഹി കമ്മീഷണറായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ ഈ രാജ്യത്തെ മെച്ചമാക്കാം, എങ്ങനെ സമൂഹത്തിൽ ഒരു പൗരൻ്റെ മുഖത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാമെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ IAS രാജിവെച്ച് ഞാൻ രാഷ്ട്രീയത്തിൽ ചേരണം. അല്ലാതെ വെറുതെ അവിടെ ഇരുന്ന് കുറേ ഫയൽ ഒപ്പിട്ടിട്ട്, എനിക്കിപ്പം ഡൽഹിയിലെ ഒരാളെ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം 20 വർഷത്തിൽ കൂടുതൽ സർവീസിലുണ്ടായിരുന്നു. അദ്ദേഹം ആ 20 വർഷം എന്ത് ചെയ്തു എന്ന് ആരോട് ചോദിച്ചാലും ആർക്കും അറിയത്തില്ല. ഇന്നൊരു മുഖ്യമന്ത്രിയാണ്, ആരാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല. കഴിവുള്ള ആൾക്കാർ വരണം. പക്ഷേ ഈയിടെ ഒരു പ്രവണത കാണുന്നത്, പെൻഷൻ പോലും മേടിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കാലാവധി കൊണ്ട് 20 വർഷം തീർന്ന പെൻഷൻ കിട്ടണേ, ആ പെൻഷൻ പോലും മേടിക്കാതെ IAS സിവിൽ സർവീസ് രാജിവെച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഏക ചോദ്യം ഇതാ, എവിടുന്ന് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കും? ഒരു പെൻഷൻ പോലും ഇല്ലാതെ IASന്ന് രാജിവെച്ച് പുറത്തു വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ കക്ഷിക്ക് വേറെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലേ അർത്ഥം. അങ്ങനെയുള്ള ആൾക്കാർ IASലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരരുത്. ഒന്നെങ്കിൽ മിനിമം പെൻഷനെങ്കിലും മേടിക്കണം, 20 വർഷത്തെ സർവീസ്. അത് കഴിഞ്ഞിട്ട് കഴിവ് കാണിച്ചിട്ട് വരണം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആൾക്കാർ വന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ് സംശയം. ബ്യൂറോക്രാറ്റ്സ് വന്നാൽ. ഞാൻ IAS രാജിവെച്ച് ഞാൻ 32ാമത്തെ ദിവസം സ്വതന്ത്ര MLA ആയി. ലെഫ്റ്റനൻറ്റ് സപ്പോർട്ടോടുകൂടിയാണ്. ഞാൻ കോട്ടയം കളക്ടറായിരുന്നു. അവിടെ വിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് കോട്ടയത്ത് തന്നെ വന്ന് ഞാൻ ഇലക്ഷൻസ് മത്സരിച്ചപ്പോൾ എന്നെ 32ാമത്തെ ദിവസം വലിയ ഭൂരിപക്ഷത്തോടെ MLA ആക്കി. ഞാൻ അവിടെ ഒരു പ്രത്യേക എങ്ങനെ രാഷ്ട്രീയക്കാരൻ MLA എങ്ങനെ വ്യത്യസ്തമായിരിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം. എൻ്റെ പുതിയ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്, പോളിറ്റിക്സ് ക്യാൻ ബി ക്ലീൻ, രാഷ്ട്രീയം വൃത്തിയുള്ളതാകാം എന്ന് ഒരു ചാപ്റ്റർ കൂടിയുണ്ട്. നമുക്ക് അങ്ങനെ തെളിയിച്ചു കാണാം. അപ്പം നല്ല ആൾക്കാർ വരണം തീർച്ചയായിട്ടും. നല്ല ആൾക്കാർ, നന്മയുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് താങ്കൾ പറഞ്ഞു. തിരിച്ചൊരു ചോദ്യം വരും, അപ്പം രാഷ്ട്രീയത്തിൽ നിലവിൽ അത്ര നന്മയുള്ള ആളുകളില്ല എന്നൊരു സംഭവം അതിലുണ്ടോ? നമ്മളെല്ലാവരും പറയുന്നത് എന്താ, പിള്ളേരൊക്കെ പറയുന്നത് എന്താ, നമ്മുടെ ചെറുപ്പക്കാരും പ്രായമുള്ള ഞാൻ രാഷ്ട്രീയത്തിൽ വരികയില്ല കാരണം രാഷ്ട്രീയം വൃത്തികേടാ, അല്ലേ? പൊളിറ്റിക്സ് ഇസ് ഡർട്ടി. ഞാനതിനൊരു മറുപടിയായിട്ടാണ് പറഞ്ഞത്. കാരണം
നമ്മുടെ തന്നെ കേരളത്തിലെ കാര്യം എടുത്തോളൂ. ഇവിടുത്തെ MLA മാരും MP മാരും അഴിമതിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന പണി എന്താ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്യാണം കൂടുക, മരണം കൂടുക, കല്യാണ വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ച് ബിരിയാണി തിന്നുക, അത് കഴിഞ്ഞ് മരിച്ച വീട്ടിൽ പോയിട്ട് കണ്ണീരൊഴുക്കുക, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 50 ആൽബത്തിൽ ഇവരുടെ പടം കാണും. ഇവരെന്താ ചെയ്യുന്നത്? കേരളത്തിലെ നിങ്ങൾ തിരഞ്ഞെടുത്ത MP മാരും ഡൽഹി വരുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? എൻ്റെ ചോദ്യം ഇതാ, ലളിതമാണ്. അപ്പോൾ നമ്മളൊരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഞാൻ MLA ആയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിനും മരണത്തിനും വരൂല്ല. അപ്പോഴത്തേക്ക് വലിയ ഷോക്കാണ്. ഇദ്ദേഹത്തിന് തലയ്ക്ക് വട്ടാണോ? ഇയാൾക്ക് ഇനി ഇലക്ഷൻ നിൽക്കണ്ടേ, ജയിക്കണ്ടേ? പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ ആ കാഞ്ഞിരപ്പള്ളി ആൾക്കാർ പറഞ്ഞു സാറ് കല്യാണത്തിനും മരണത്തിനും വരണ്ട, സാറ് ചെയ്യുന്ന കാര്യം ചെയ്താൽ മതി. ഞാൻ എന്താ ചെയ്തത്? ഓരോ ദിവസവും ഞാൻ MLA ആയിരിക്കുമ്പോൾ എനിക്ക് ഡ്രൈവർ ഇല്ലാഞ്ഞു ഞാൻ തന്നെ എൻ്റെ സ്കോർപ്പിയോ ഓടിച്ച് ഓരോ ദിവസവും നേരത്തെ നിശ്ചയിച്ചിരുന്ന പഞ്ചായത്തിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറുമായിട്ട് കൊണ്ടുപോകുമായിരുന്നു. ഞാൻ 4 വർഷം കൊണ്ട് എൻ്റെ മണ്ഡലത്തിൽ 350 കോടി രൂപ ഞാൻ അവിടെ കൊണ്ടുവന്നത് മാത്രമല്ല, ഞങ്ങൾ അവിടുത്തെ പാലങ്ങളെല്ലാം 30 ദിവസം കൊണ്ട് തീർത്തു. കാഞ്ഞിരപ്പള്ളിയിലെ മനോഹരമായ സിവിൽ സ്റ്റേഷൻ ഞാനും കൂടെ കൂടിയാണ് ഡിസൈൻ ചെയ്തത്. 4 വർഷം കൊണ്ട് തീർക്കാനായിട്ട് കോൺട്രാക്ട് കൊടുത്തിരുന്ന ആ സാധനം ഞങ്ങൾ 1 വർഷം കൊണ്ട് തീർത്തു. എല്ലാ പ്രോജക്റ്റിലും കൗണ്ട് ഡൗൺ ഉണ്ടായിരുന്നു. ഓക്കെ, സിവിൽ സ്റ്റേഷൻ്റെ ഈ സിവിൽ സ്റ്റേഷൻ 365 ദിവസം കൊണ്ട് തീർക്കും, അടുത്ത ദിവസം 364 ആക്കും. അത് കൃത്യം പൂജ്യമായപ്പോൾ ഞങ്ങൾ അത് ഉദ്ഘാടനം ചെയ്തു. എല്ലാ പാലങ്ങളും അതുപോലെ തന്നെ 100 ദിവസം കൗണ്ട് ഡൗൺ ബോർഡ് വെക്കും. സോ ഇതാണ് വ്യത്യാസം. നമ്മൾ ചുമ്മാ അധികാരത്തിന് വേണ്ടി MLA ബോർഡും MP ബോർഡും മന്ത്രിയുടെ ബോർഡും വെച്ച് നടക്കാൻ വേണ്ടിയല്ല രാഷ്ട്രീയത്തിൽ വരേണ്ടത്. അവിടെ മാറ്റങ്ങൾ വരുത്തണം, ജനങ്ങളെ സഹായിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം ഒരു മന്ത്രിയെ വിളിച്ചാൽ ഫോണിൽ കിട്ടുക, മന്ത്രിയുടെ PSL കിട്ടുമോ? ഡൽഹിയിലാണ്. ഈ ഫോണിരിക്കുമ്പോൾ ഞാൻ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ ബിസി ടൂറിസം മിനിസ്റ്റർ, സ്വതന്ത്ര ചുമതല ഇന്ത്യയുടെ ഭാരത ടൂറിസം മിനിസ്റ്റർ, ഞാൻ എൻ്റെ കോളർ 100% ഇതിലെടുത്തിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്ന സന്ദേശങ്ങൾ 100% ഞാൻ നോക്കിയിട്ട് അതിനെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ആ സമയത്ത് ഇന്ത്യ ലോകത്തിലെ ടൂറിസം മേഖലയിൽ 3-ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഓരോ സ്ഥാനത്തും ഇരിക്കുമ്പോൾ 2 കാര്യങ്ങൾ, ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു സ്ഥാനമാണ്. നമ്പർ 1, എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് സാധാരണക്കാരനാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടല്ല ഞങ്ങൾ ഈ അധികാരത്തിൽ വരുന്നത്. പിന്നെ IAS പരീക്ഷയുടെ കാര്യം, ഞങ്ങൾ ഏതാണ്ട് 15 ലക്ഷം ആൾക്കാർ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് ഞങ്ങൾ 100 പേരായി എന്ന് വെച്ചിട്ട് ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല. പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ? IAS ഞങ്ങൾ ഈ പരീക്ഷ എഴുതി മസൂരി അക്കാഡമി ചെന്നപ്പോൾ ഞങ്ങൾ ദൈവങ്ങളാണ്, ആരെയും കാണുകയില്ല, ആരുടെയും ഫോൺ എടുക്കുകയില്ല, ആരോടും മിണ്ടുമില്ല, ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന വലിയൊരു വിശ്വാസമാണ്. ആ വിശ്വാസമൊക്കെ തെറ്റാ. കാരണം ഞാനാണ് കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി തന്നത്. അജീഷ് അറിയാമല്ലോ. ഞാൻ കളക്ടർ ആയിരിക്കുമ്പോൾ തുടങ്ങി. അത് ഞാൻ കളക്ടർ സ്ഥാനമൊക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സാർ വന്നപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചു. അദ്ദേഹം എൻ്റെ പല ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വിശ്വാസം ചോദിച്ചിട്ട് അദ്ദേഹം പിന്നെ തുടങ്ങി. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ചീഫ് മിനിസ്റ്ററായി. ആ ആശയം കിട്ടിയത് എവിടുന്നാണെന്നറിയോ? ഒരു 80 വയസ്സുള്ള ഒരു ചേച്ചി, ഒരമ്മ വന്നിട്ട് എന്നോട് പൂര ഷൗട്ടിങ്, കളക്ടർ വീട്ടിൽ ഏർലി മോർണിംഗ്. ഇത് ഞാൻ 3-ാമത്തെ പ്രാവശ്യമാണ് കളക്ടറെ കാണാൻ വരുന്നത്. എനിക്ക് 3 ബസ് മാറണമായിരുന്നു. കളക്ടർ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും ഞാൻ ഇൻസ്പെക്ഷൻ പോയിരിക്കുകയായിരിക്കും. പക്ഷേ ഫൈനലി ഒരു സിനിമയിലെ പോണൊക്കെ ഒരു ഡയലോഗ്, സർക്കാർ കളക്ടർക്ക് ഒരു വണ്ടി മേടിച്ചു തന്നിട്ടുണ്ട്, ആ വണ്ടിയെ കയറി എന്തുകൊണ്ട് എന്നെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കണ്ടുകൂടാന്നൊരു ഡയലോഗ്. നമ്മൾ സാധാരണ മിക്കവാറും കളക്ടർ സാറിന് എന്ത് ചെയ്തതിനും സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഇവരെ പുറത്താക്കിയത്. പക്ഷെ ഞാൻ ചിരിച്ചു കാണിച്ചു. വൈകുന്നേരം ഞാൻ എൻ്റെ ഭാര്യയോടും കൊച്ചുമക്കളോടും ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മ വന്നിട്ട് ഇങ്ങനൊരു ആശയം പറഞ്ഞു, നല്ല ആശയമാണ്. അവർ നല്ല ആശയമാണ്. ഞങ്ങൾ അങ്ങനെ ജില്ലാ ഭരണകൂടം 2000 ആൾക്കാരെ മൊത്തം ഞങ്ങൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യം തുടങ്ങുന്നത് വാഴൂരായിരുന്നു. 2 പഞ്ചായത്ത് ഒരുമിച്ചെടുത്തിട്ട് നടുക്കത്തെ ഒരു സ്കൂളിൽ 1 മാസം മുമ്പേ അപേക്ഷകൾ സ്വീകരിച്ച് അത് കഴിഞ്ഞ് 15 ദിവസം നമ്മൾ അത് പരിശോധിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഈ 2000 പേർ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമം ഇതായിരുന്നു, ചോദിക്കുന്ന കാര്യം കൊടുക്കാം. റേഷൻ കാർഡ് ആണെങ്കിൽ നാളെ TSO ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല, അത് അവിടെ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ തുടങ്ങി. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ നല്ലതെന്ന് പറഞ്ഞാൽ കണ്ടമാനം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളോ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളോ വായിക്കുന്ന ആളോ ഒന്നുമല്ല നല്ലയാൾ. നല്ലയാളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആവശ്യമാണ്. നല്ലയാളെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് വിശ്വസിക്കുന്ന ആള്, മാറ്റം വരുത്താൻ കഴിവുള്ള ആളാണ്. ആ ആളാണ് നല്ല ആൾ. വേറിട്ടൊരു മാതൃക ജനപ്രതിനിധി എന്ന നിലയിൽ അവ സാധ്യമാണ് എന്ന് താങ്കൾ തെളിയിച്ചു. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, MLA ആയിരുന്നപ്പം ഞാൻ ഈ മണ്ഡലത്തിലെ ഒരു കല്യാണത്തിനും മരണത്തിനും പങ്കെടുക്കില്ല.
പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോ ഇവിടെയുണ്ട്, നിങ്ങൾക്കത് പരിശോധിക്കാം. പക്ഷേ എൻ്റെ ഒരു സംശയം, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വളരെ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ആളുകളെല്ലാം 100% ലിറ്ററസി ഉള്ള രാഷ്ട്രീയ ചർച്ചകൾ വളരെ സജീവമായ കേരളം പോലൊരു സംസ്ഥാനത്ത് അത്തരം ഒരു സമീപനം ഒരു രാഷ്ട്രീയക്കാരന് അയാളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്നാണോ ശരിക്കും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ? അജീഷ്, എന്നോട് ജനങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സാറിനി ഞങ്ങളുടെ കല്യാണത്തിനും മരുന്നിനും വരണ്ട. ഞാൻ അവിടെ 350 കോടി രൂപ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു, സാറ് ചെയ്യുന്ന ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ്. തോമസ് ഐസക് സാറ് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ മറുപടിയിൽ പറഞ്ഞു, അൽഫോൺസ് കണ്ണന്താനം പ്രവർത്തിക്കുന്നത് പോലെ MLA-മാർ പ്രവർത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഫണ്ട് ഒന്നും ഒരു കാര്യത്തിനൊരു പ്രശ്നമല്ല. എനിക്കത് ഏറ്റവും നല്ല MLA-ക്കുള്ള അവാർഡും കിട്ടി. ഞാൻ അവിടെ ഇലക്ഷൻ നിന്നാൽ ഏത് സമയം വേണമെങ്കിലും എനിക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായിട്ട് നിന്നാൽ എനിക്ക് ജനിക്കാൻ സാധിക്കും. പക്ഷേ അതിനകത്ത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായല്ലോ. സോ നല്ലവണ്ണം പ്രവർത്തിച്ച ജനങ്ങൾ അത് അംഗീകരിക്കും. ഞാൻ ഡൽഹി കമ്മീഷനായിട്ട് ചെന്നപ്പോഴും ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ കമ്മീഷനായിരുന്നു. എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അവർ മദ്രാസിൽ വന്നിരിക്കുന്നു, ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഞങ്ങൾ അവിടെ അടുത്ത 5 വർഷം കൊണ്ട് 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പൊളിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളെ ടൈംസ് ഓഫ് ഇന്ത്യ എന്നെ പറ്റി സർവേ ചെയ്തപ്പോൾ എനിക്ക് അവിടുത്തെ 89.6% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു. ഈ മദ്രാസിൽ നിന്ന് വിളിച്ച് കളിയാക്കിയ, ഹിന്ദി കഷ്ടിച്ച് സംസാരിക്കാൻ പറ്റുന്ന, ഇപ്പോഴും എൻ്റെ ഹിന്ദി നല്ല ഹിന്ദി അല്ല, എൻ്റെ കീഴിൽ 36,000 തൊഴിലാളികളുണ്ടായിരുന്നു. ഞങ്ങളവിടെ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ, ഫയലിൽ ഓർഡർ ഇടുക, എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചു പൊളിക്കണമെന്ന്. ഞാൻ ഈ 5 വർഷം ആ കൊടും വെയിലത്ത് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും അവിടുത്തെ തണുപ്പിലും എല്ലാം ഞങ്ങളുടെ ആൾക്കാരുടെ കൂടെ ദിവസം മുഴുവൻ ഇറങ്ങി നിന്ന് ഇടിച്ചു പൊളിക്കുമായിരുന്നു. അപ്പോൾ ജനങ്ങൾ പിന്തുണ ചെയ്തു. അപ്പം നമ്മൾ നല്ല കാര്യം ചെയ്താൽ അജീഷേ, അത് നമ്മുടെ ഉദ്യോഗസ്ഥനാണെങ്കിലും രാഷ്ട്രീയത്താണെങ്കിലും പഞ്ചായത്ത് മെമ്പറാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും മന്ത്രിയാണെങ്കിലും നമുക്ക് നല്ല സമ്മതി കിട്ടും. കാരണം നേരത്തെ ഇവിടെ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. പേര് ഞാൻ പറയുന്നതിന് കാരണം എന്താ, രാഷ്ട്രീയ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. അവർ നല്ലവണ്ണം പ്രവർത്തിച്ചു. എൻ്റെ ക്ലോസ് സുഹൃത്താണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് അസംബ്ലി ഇരുന്നതാണ് പണ്ട്. നല്ല പേരല്ലേ. അപ്പോൾ ആര് നല്ല കാര്യം ചെയ്യുന്നു അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കേരള ജനത, ബുദ്ധിയുള്ള ജനതയുണ്ട്. പക്ഷേ പ്രശ്നം എന്താ, നമുക്ക് MLA-മാർക്കൊന്നും ഇതൊന്നും വളരെ എളുപ്പമല്ലേ. കല്യാണവും മരണവും കൂടി നടക്കാൻ വളരെ എളുപ്പമല്ലേ. പോയി ചിരിച്ചു കാണിച്ച് പടമെടുക്കാൻ നല്ല എളുപ്പമല്ലേ. നമ്മളവിടെ റോഡിൽ ഇറങ്ങി നിന്ന് പഞ്ചായത്തിലേക്ക് പോയി ജനങ്ങളുടെ കൂടെ ഒരു ദിവസം മുഴുവൻ അവിടെ പ്രവർത്തിച്ചു നിന്ന് ഈ ഫയലിൻ്റെ പുറകെ നിന്ന് അത് പ്രോജക്റ്റാക്കി ഇവരുടെ ഈ പ്രോജക്റ്റിൻ്റെ പുറകിൽ പോയി ക്ലാർക്കുമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും, ഞാൻ IAS ഉദ്യോഗസ്ഥനായിരുന്നു, സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു, ഞാൻ ക്ലാർക്കുമാരുടെ അടുത്ത് പോയിരുന്നു അവിടുന്ന് അവരെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കുമായിരുന്നു. കാരണം അല്ലെങ്കിൽ അവന്മാർ ഉടക്കി വിട്ടാൽ പിന്നെ മുകളിൽ അത് ഉടക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 350 കോടി രൂപ കിട്ടിയത്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് ഇന്ത്യൻ ചരിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ MLA ആണോ മന്ത്രിയാണോ IAS-കാരനാണോ സാധാരണയാണോ, നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്തിനാ, ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി, സന്തോഷിക്കാൻ വേണ്ടി. അത് മാത്രം പോരാ, സന്തോഷിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ ഞാൻ വളരെ ക്ലിയറാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വലിയ ജനപിന്തുണ ഉണ്ടാവും. ഡൽഹി കമ്മീഷനായിരുന്നപ്പം നടപ്പിൽ വരുത്തിയ ഡിമോളിഷനെ പറ്റി താങ്കൾ സൂചിപ്പിച്ചു. അന്നത് വലിയ മാധ്യമ ശ്രദ്ധ നേടുകയും ഒരു പരിധിവരെ ചില വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നൊരു നടപടിയായിരുന്നു അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തി അവിടെ വികസനം കൊണ്ടുവരുന്നു. ഇപ്പം നമ്മുടെ സമകാലിക സമൂഹത്തിൽ ഇത് വേറൊരു തരത്തിൽ വടക്കേന്ത്യയിലൊക്കെ ഇപ്പം വളരെ ചർച്ചയാകുന്ന ഒരു ബുൾഡോസർ രാജ് എന്നൊരു ടാഗ് ലൈനിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു അനധികൃത കെട്ടിടങ്ങൾ ഇടിച്ചു നിർത്തുന്നത്. അതിപ്പം വികസനത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല, ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും അതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് പോലും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു സമകാലിക ഇന്ത്യയിലേക്ക് അത് വന്നിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ അന്ന് ചെയ്തതും ഇന്നിപ്പോൾ ഈ സംഭവിക്കുന്നതുമായ കാര്യങ്ങളെ ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? അജീഷ്, എൻ്റെ കാഴ്ചപ്പാട് ബുൾഡോസർ ഒരു മെഷീൻ മാത്രമാണ്, യന്ത്രമാണ്. നമുക്കൊരു കത്തി കൊണ്ട് നമുക്ക് അരിയാൻ സാധിക്കും, കലയുണ്ടാക്കാൻ സാധിക്കും, നമുക്കതുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ സാധിക്കും. ഇതുപോലെ തന്നെ ബുൾഡോസറും വലിയൊരു മെഷീനാണ്, വെറും ഒരു മെഷീനാണ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടർ പോണക്കാ, മൊബൈൽ പോണക്കാ, വെറും മെഷീനാണ്. പക്ഷെ നമുക്കിതിനെ എത്ര വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇടിച്ചു പൊളിച്ചപ്പോൾ അതിനൊരു രാഷ്ട്രീയമില്ലായിരുന്നു. ഇൻഫാക്റ്റ് ഞാൻ ഇടിച്ചു പൊളിച്ചപ്പോൾ ആദ്യത്തെ കെട്ടിടം ഇടിച്ചു പൊളിച്ച ആരുടെയാണെന്നറിയോ? ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി. DDAയുടെ കീഴിൽ ഏതാണ്ട് 1,25,000 ഏക്കർ സ്ഥലമുണ്ട്. സർവേ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അവിടുത്തെ ഏതാണ്ട് 10% സ്ഥലം അനധികൃത കയ്യേറ്റത്തിലാണ്. ആ ലിസ്റ്റിൽ ഏറ്റവും വലിയ കയ്യേറ്റക്കാരിൽ ഏറ്റവും വലിയ ആൾക്കാർ ആരാണെന്നറിയോ? ഡൽഹിയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരാണ്. അതിനകത്ത് നമ്പർ 1 ഉണ്ടായിരുന്നത് അന്ന് ഡൽഹിയിലെ
ആ, ഒരു പാർട്ടി ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വളരെ പവർഫുൾ ആയിരുന്ന HK ഭഗത്തായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിനെ പറ്റി കേട്ട് കാണും. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഈ കക്ഷി ഏതാണ്ട് 5000 സർദാർജിമാരെ ജീവനോടെ ചുട്ടുകൊല്ലാൻ വേണ്ടി അതിനുള്ള നേതൃത്വം എടുത്ത ആളാണ് HK ഭഗത്. അപ്പം ഞാൻ ലിസ്റ്റ് നോക്കിയപ്പോൾ ഒന്നാമത്തെ എൻക്രോച്ചർ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിന് വലിപ്പം എത്രയാണെന്നറിയോ? 2 ലക്ഷം സ്ക്വയർ അടി. അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹമാണ് എൻ്റെ ടാർഗറ്റ്. എനിക്ക് വളരെ സിമ്പിൾ ലളിത തത്വങ്ങൾ എൻ്റെ ജീവിതത്തിലാണ്. പിടിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ തട്ടിപ്പുകാരനെ ആദ്യം പിടിക്കണം. അല്ലാതെ നമ്മുടെ പോലീസുകാർ ചെയ്യുന്നവർക്ക് പോയി പിക്ക് പോക്കറ്റിനെ പിടിക്കുക, പാവപ്പെട്ടവനെ പിടിക്കുക, അവനെ അകത്താക്കുക. കാരണം അവന് വേണ്ടി വാദിക്കാൻ ആരും കാണൂല, ചോദിക്കാൻ ആരും കാണൂല. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയവനെ പിടിക്കുക. ആദ്യം നമ്മൾ HK ഭഗത്തിനെ ഇടിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ 3-4 ഓഫീസർമാരെ വിളിച്ച് സംസാരിച്ചു. അവർ പറഞ്ഞു, സാറേ ചെയ്യരുത്, നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സാറിനെ അവർ കത്തിച്ചു കളയും. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറഞ്ഞു സോറി, നമ്മൾ ഇയാളെ തന്നെയാണ് ആദ്യം ഇടിച്ചു പിടിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത പരിപാടി എന്താണെന്നറിയോ? ഞാൻ എടുത്തിയാടി സംസാരിക്കുന്ന ആളാണെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്ന വളരെ പ്ലാനിങ്ങോട് കൂടിയാണ്. അടുത്ത ദിവസങ്ങൾ ചിന്തിച്ച് ഇതിൻ്റെ ഏറ്റവും മൈന്യൂട്ടസ് ഡീറ്റെയിൽസ് വരെ ഞാനൊരു കടലാസിൽ എഴുതി അതിൻ്റെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചേർത്ത് ഒരു കുത്തും കോമായും വിടാതെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാനൊരു കാര്യത്തിൽ എടുത്ത് ചാടുകയുള്ളൂ. ഞങ്ങൾ തീരുമാനിച്ചു, ഇവിടെ ഈ 2 ലക്ഷം സ്ക്വയർ അടി ഡൽഹിയിലെ ഏറ്റവും പ്രശസ്തനായ രാഷ്ട്രീയക്കാരൻ, ഏറ്റവും വലിയ മഫിയ നേതാവിനെ ഇടിച്ചു പൊളിക്കണമെങ്കിൽ 10 പോലീസുകാരെ ഒരു ബുൾഡോസറും കൊണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾ 10,000 പോലീസുകാർ തുറന്ന ട്രക്കിൽ തോക്കുമായിട്ട്, ലാത്തിയുമായിട്ടല്ല, അതിനു മുമ്പിൽ 25 ബുൾഡോസർ, വലിയ ബുൾഡോസർ. അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണെന്ന് ഇങ്ങനൊന്നുമല്ല, ഞാൻ എൻ്റെ ക്ലിൻറ്റ് ഈസ്റ്റ്വുഡിൻ്റെ സ്റ്റെറ്റ്സൺ ഹാറ്റും വെച്ച് എൻ്റെ തോക്കിൻ്റെ അരയിൽ ഒരു കൈബോയ് ബൂട്ട്സ്, തുറന്ന ജീപ്പിൽ ഞാനും എൻ്റെ 4 പടി പൊക്കമുള്ള പട്ടിയും കൂടെ, സ്പാനിയും കൂടെ. എന്തുകൊണ്ടാണ്? മനുഷ്യനൊന്ന് പേടിക്കണം. ഇതൊക്കെ ഒരു ഡ്രാമയാണ്. ഞാൻ നല്ല ഡ്രാമയുടെ ആളുമാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, നമ്മളത് ഡ്രമാറ്റിക് ആകണം. അവന് പേടി ഉണ്ടാകണം. ഈ കക്ഷി ഇവനെ തൊട്ടാൽ കൊള്ളൂല്ല. അപ്പം ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് മോഡൽ ടൗണിൽ ചെന്നപ്പം ആൾക്കാർ ഭയം നോടി. അവരോടത്ത് പാകിസ്ഥാൻ ഇന്ത്യ പിടിച്ചെടുത്തതാണ്. ഞാൻ പറഞ്ഞു പേടിക്കണ്ട. അടുത്ത 36 മണിക്കൂർ ഞാനും എൻ്റെ പട്ടിയും ആ റോഡിൽ നിന്ന് ഈ 2 ലക്ഷം സ്ക്വയർ അടി കെട്ടിടം ഞങ്ങൾ പൊടിയാക്കി കളഞ്ഞു. റിഡ്യൂസ് ടു ഡസ്റ്റ്. അടുത്ത ദിവസം പത്രത്തിൽ വാർത്ത വരുന്നു, ഞാനും എൻ്റെ പട്ടിയും കൂടിയാണ്. ദ ഡിമോളിഷൻ മാൻ കംസ് ടു ഡൽഹി. അടുത്ത 5 വർഷം കൊണ്ട് ഞങ്ങൾ എത്ര കെട്ടിടം ഇടിച്ചു പൊളിച്ചു എന്നറിയാം? 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പൊളിച്ചു. പാവപ്പെട്ടവൻ്റെ ചേരിയൊന്നും ഞാൻ ഇടിച്ചു പൊളിച്ചില്ല. കാരണം അവരെവിടെ പോകാനാ? വേർ വിൽ ദേ ഗോ? ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ചേരി ഇടിച്ചു പൊളിക്കുക, ബുൾഡോസർ വെക്കുക. ആരും ചോദിക്കാതെ, നോബഡി ടു ആസ്ക്. ഐ സെഡ് ഐ വിൽ ഡിമോളിഷ് ഓൺലി ദ മഫിയ. I will demolish only the mansions of the rich people who are powerful, who are actually breaking the law. അടുത്ത 5 വർഷം കൊണ്ട് ഇത് ഞാൻ ചെയ്തതാണോ? നോ, സോറി. എൻ്റെ കയ്യിൽ 36,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് എന്താ? ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. ഞാൻ അവർക്കൊരു സ്വപ്നം കൊടുത്തു, നമുക്ക് നമ്മുടെ പണി ചെയ്യാം, നമുക്ക് ആത്മാർത്ഥമായിട്ട് പണി ചെയ്താൽ നമുക്ക് നിങ്ങളുടെ കിട്ടിക്കൊണ്ടിരുന്ന കൈക്കൂലി പോവും. പക്ഷേ യു ബ്രിങ് ഡിഗ്നിറ്റി ടു ദി ഓഫീസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ എന്താ പറഞ്ഞു അറിയോ? സാറേ, വി ആർ സോ ഹാപ്പി. കാരണം നേരത്തെ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഞങ്ങൾ DDA ജോലിക്കാരാണെന്ന് പറയുമ്പോൾ അവർ പുച്ഛമായിട്ട് പറയുമായിരുന്നു, അപ്പൻ DDA ജോലി ചെയ്യുന്നത്. അവർക്ക് വേറെ അവരുടെ കൂട്ടുകാരോട് പോലും പറയാൻ നാണമായിരുന്നു അവരുടെ അപ്പൻ DDA ജോലി ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങൾ ഇടിച്ചുപൊളി തുടങ്ങിയപ്പോൾ സംഭവിച്ചതെന്നറിയോ? ഈ പിള്ളേരൊക്കെ സ്കൂളിലും കോളേജിലും പറയുമായിരുന്നു, യെസ്, എൻ്റെ അപ്പൻ DDA ജോലി ചെയ്യുന്ന അഭിനന്ദിച്ചോടുകൂടി പറഞ്ഞു. ഡിഗ്നിറ്റി, യു സി, ദാറ്റ് ഇസ് കോൾഡ് ദ ഡിഗ്നിറ്റി ഓഫ് ദിസ് തിങ്. ഈസ് ഇറ്റ് പോസിബിൾ? അന്ന് പത്രക്കാർ എന്നെപ്പറ്റി ഏതാണ്ട് 5-8 കാർട്ടൺ പെട്ടി നിറയെ എനിക്ക് ക്ലിപ്പിംഗ് ഉണ്ട് അതിനെപ്പറ്റി. ഒരു പത്രക്കാരുമായിട്ട് ഒരിക്കലും ഒരു ഭക്ഷണം കഴിക്കുകയോ ഒരു ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ നമ്മൾ നല്ല പണി ചെയ്താൽ ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, മീഡിയ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം പോസിബിളാണ്. സോ മൈ മെസ്സേജ് ഈസ് വെരി സിമ്പിൾ. ഇതാണ് എൻ്റെ പുതിയ പുസ്തകത്തിൽ അതിൻ്റെ പേര് ദ വിന്നിങ് ഫോർമുല 52 ഐഡിയാസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. അതിനകത്ത് എല്ലാം യഥാർത്ഥ കഥകളാണ്. 13 കഥകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന്. എല്ലാം 3-4 പേജേ ഉള്ളൂ കേട്ടോ, ചെറിയ ചെറിയ കഥകൾ. ബാക്കി 39 കഥകൾ സാധാരണക്കാരെ പറ്റി. അവർ എങ്ങനെ സാധാരണക്കാരായിട്ടിരുന്ന ഒരു പോലീസ് കോൺസ്റ്റബിൾ, ഒരു ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ആള്, എങ്ങനെ അവർ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണിച്ചു, അതിനെപ്പറ്റിയുള്ള കഥയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനെപ്പറ്റി
പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ഈ പുസ്തകം എഴുതും, ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ വന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയോ? വളരെ ലളിതമാണ്. പലരും പറയും അൽഫോൺസ് കണ്ണന്താനം അത്ഭുതം സംഭവം കാണിച്ചു. ഇതൊന്നും അത്ഭുതങ്ങളല്ല. ആർക്ക് വേണമെങ്കിലും ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേണമെന്ന് തീരുമാനിക്കണം. എൻ്റെ ജീവിതം കൊണ്ട് പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, MLA അല്ല, MP അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മാറ്റങ്ങൾ വരുത്തുമെന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷേ അതിനകത്ത് നമുക്ക് ചില സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ പോയിരുന്നു പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. എൻ്റെ പിള്ളേർ സ്കൂളിൽ പോയത് പോലീസ് പ്രൊട്ടക്ഷനിലാണ്. എൻ്റെ ഭാര്യ പച്ചക്കറി മേടിക്കാൻ പോകുന്നത് പോലീസ് പ്രൊട്ടക്ഷനിലായിരുന്നു. പക്ഷേ അവരെൻ്റെ ഭാര്യയെ അടിച്ചു, മരിച്ചു എന്ന് പറഞ്ഞിട്ടിട്ട് പോയി. പക്ഷേ ഭാര്യ രക്ഷപ്പെട്ടു. എൻ്റെ മക്കളെ അടിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നത് വലിയൊരു അത്ഭുതമാണ്. 8 വർഷം ഉറങ്ങുമ്പോഴും ഓടാൻ പോകുമ്പോഴും എല്ലാം തോക്കും കൊണ്ടായിരുന്നു പോകുന്നത്, ചെറിയ സ്മോൾ പിസ്റ്റൾ. അപ്പോൾ ജീവിച്ചിരിക്കുക എന്ന് തന്നെ പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. പക്ഷെ പലരും ചോദിക്കും, അപ്പോൾ എൻ്റെ എന്നോട് ചോദിച്ചു, ഭാര്യയ്ക്കിട്ട് അടി കിട്ടി, മക്കൾക്കിട്ട് അടി കിട്ടി. പറഞ്ഞു, നീ ഏതായാലും വട്ടേ കാണിക്കുള്ളൂ, പക്ഷേ നീ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിന്റെ പണി കൊണ്ട് അവരുടെ ജീവിതം ഡേഞ്ചറസ് ആക്കി? ഞാൻ പറഞ്ഞു, സോറി, ഞാനിതാണ്, എൻ്റെ ജീവിതം ഇതാ, ഞാൻ അവിടെ ചെന്നാൽ എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്തായിരിക്കാൻ പറ്റൂല. Now the point is, we all can do it. The point is, you must decide. Young people, you girls sitting there and students, decide. You must have a dream and say, sorry, I will change the country. I will change Kerala. ഇപ്പൊ കേരളം ഇവിടെ ഒരു കുന്തം നടക്കൂലെന്ന് പറയുന്ന സ്ഥലമല്ലേ? We can. I've done it. I've done it as collector. I won the best collector award for 3 years. ഞാനാണ് ഞാനും കോട്ടയത്തെ 14,000 ആൾക്കാരും കൂടിയാണ് ഞങ്ങൾ കോട്ടയത്തെ നഗരത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സാക്ഷരതയുള്ള നഗരമാക്കി മാറ്റിയത്. I only bring a dream to that office. You understand? ജനസമ്പർക്ക പരിപാടി തുടങ്ങി. അത് പിന്നെ ഉമ്മൻചാണ്ടി സാറും എടുത്തു. നമുക്ക് ഏറ്റവും വലിയ അവാർഡ് കിട്ടി, യുവനുടെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അത് ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഐ താങ്ക് ഹിം, ബിക്കോസ് ഇതൊരു ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ഒരു പരിപാടി. അദ്ദേഹം രാഷ്ട്രീയക്കാരാണ്, മുഖ്യമന്ത്രി ആയപ്പോൾ അത് തുടരുക, പിന്നെയും തുടരുക എന്ന് പറഞ്ഞാൽ വലിയൊരു മനസ്സല്ലേ കാണിക്കുന്നത്, അല്ലേ? യെസ് ഓർ നോ? ഐ മീൻ, ബിഗ് മൈൻഡഡ് പേഴ്സൺ ഈസ് എ ഗ്രേറ്റ് ഗൈ. ഇറ്റ്സ് പോസിബിൾ, ഓൾ ദിസ് ഈസ് പോസിബിൾ. ഞാൻ ഈ പറയുന്നത് ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു സ്കൂൾ ടീച്ചറിൻ്റെ മകനായ ഞാൻ, എൻ്റെ പെങ്ങൾ അവിടെ പുറകിരിപ്പുണ്ട് കേട്ടോ, മിനി ഒന്ന് കൈവെക്കുക. ഷീസ് എ സ്കൂൾ ടീച്ചർ ഹിയർ ഇൻ കോഴിക്കോട്. വെറും SSCക്ക് 42% കിട്ടിയ ഞാൻ ഇംഗ്ലീഷും പഠിച്ച് IAS പരീക്ഷയിൽ എഴുതിയ 3 വിഷയത്തിൽ ഞാൻ ടോപ്പറായി. ഞാൻ അവസാനം ടൈം മാസികയുടെ കവർ സ്റ്റോറിയിൽ വന്നു. ഏറ്റവും നല്ല MLA അവാർഡ് കിട്ടി. പാർലമെൻറ്റിൽ ഏറ്റവും നല്ല MP ആയിരിക്കുമ്പോൾ പ്രസംഗം നടത്തി ഞാനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ പറയുന്നത് ഞാൻ വലിയ ആളാണെന്ന് പറയാനല്ല, ഞാൻ ആരുമല്ല. ഐ ആം എ സ്മോൾ മാൻ. ഐ ആം എ സ്മോൾ ലിറ്റിൽ മാൻ ബട്ട് വിത്ത് എ ബിഗ് ഡ്രീം. യു അണ്ടർസ്റ്റാൻഡ്? കോട്ടയത്ത് PU തോമസ്, എൻ്റെ പുസ്തകത്തിലൊരു ചാപ്റ്ററാണ്, ഒരു PU തോമസ്. മെഡിക്കൽ കോളേജിലെ വെറും ഒരു പിയൂണായിരുന്നു അദ്ദേഹം. ഞാൻ കളക്ടറായിരിക്കുമ്പോൾ, ഞാൻ മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നു. അദ്ദേഹം അന്ന് മുതൽ 7,500 ആൾക്കാർക്ക് ഇതാ ഭക്ഷണം കൊടുക്കുന്നു. PU തോമസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഈ പുസ്തകത്തിലെ വേറൊരു കഥ ഞാൻ പറയാം, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അനി, ഒരു ലേഡീസ് പോലീസ് കോൺസ്റ്റബിൾ, കേരളത്തിലെ പത്രത്തിലൊക്കെ വന്ന് വാർത്തയാണ്. അവിടെ 3 പിള്ളേർ ഇതാ റോഡിൽ കിടക്കുന്നു എന്ന് പറയുന്നു, ആരുമില്ലാതെ. പോയി അന്വേഷിച്ചപ്പോൾ 6 വയസ്സും 3 വയസ്സും 3 മാസവും പ്രായമുള്ള കുട്ടികൾ. അന്വേഷിച്ചപ്പോൾ ജാർഖണ്ഡുകാരാണ്, അപ്പനും അമ്മയും ജയിലിലാണ്. അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ കരയാൻ തുടങ്ങി. ഈ 6 വയസ്സുകാരനും 3 വയസ്സുകാരനും ഭക്ഷണം മേടിച്ചു കൊടുത്തു. പക്ഷേ ഈ 3 മാസം പ്രായമുള്ള കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യാനാ? അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവർക്കൊരു കൊച്ചുകുട്ടിയുണ്ട്, മുലപ്പാൽ കൊടുക്കുന്ന അമ്മയായിരുന്നു. അവർ ആ കുട്ടിക്ക് അതിൻ്റെ മതവും ജാതിയും ഒന്നും ചോദിക്കാതെ ഈ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. ഒന്ന് കൈയടിക്കുമോ അതിന്? ഈ അനി ചെയ്തിരിക്കുന്നത് അൽഫോൺസ് കണ്ണന്താനം ചെയ്തിരിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി 100 ഇരട്ടി വലിയ കാര്യം, അല്ലേ? യെസ് ഓർ നോ? ദിസ് ഇസ് ബിഗ് തിങ്. ദീസ് ആർ എൻ്റെ ജീവിതത്തിലെ ഹീറോകളൊക്കെ ഇവരൊക്കെയാണ് കേട്ടോ. ദീസ് ആർ ദ പീപ്പിൾ ഹു ആർ ഹീറോസ്. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കും. ബട്ട് യു നീഡ് ദ വിൽ ടു ഡു ഇറ്റ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ 2000-2001 എൻട്രൻസ് കമ്മീഷനായിരുന്നു കേരളത്തിലെ. സാധാരണ എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് ഇറക്കാൻ 3 മാസം എടുക്കുമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പം 24 പേരേ ഉള്ളൂ ഓഫീസിൽ. ഞാൻ അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, നമ്മളെ ലോകത്തിലെ ഏറ്റവും നല്ല മോശം ഓഫീസാണെന്ന് എല്ലാവരും പറയുന്നത്. അവർ പറഞ്ഞു, സാറേ ശരിയാ, ഞങ്ങൾക്ക് പൂരം തെറിയാ കിട്ടും. ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ ഓഫീസിനെ
തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഓഫീസാക്കി മാറ്റിയെടുക്കണം. ഇച്ചിരി സൗണ്ട് കൂട്ടുമോ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറയും നമുക്ക് ഈ ഓഫീസിനെ കേരളത്തിലെ ഏറ്റവും നല്ല ഓഫീസാക്കി മാറ്റണം സർ. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറയും നമുക്ക് ഈ ഓഫീസിനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഓഫീസാക്കി മാറ്റണം സർ. 4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറയും നമുക്ക് ഈ ഓഫീസിനെ ലോകത്തിലെ ഏറ്റവും നല്ല ഓഫീസാക്കി മാറ്റണം. ആകെ 24 പേരേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുകയല്ലേ കേരളത്തെ യൂണിയൻകാർ ഒന്നിനും സമ്മതിക്കുകയായിരുന്നു. ഈ യൂണിയൻകാർ എൻ്റെ അടുത്ത് വന്ന് എന്നാ പറഞ്ഞതെന്താണെന്നറിയോ? സാറേ, നമുക്ക് ആർക്കും വീട്ടിൽ പോകണ്ട, നമുക്ക് പരീക്ഷ റിസൾട്ട് പുറത്തിറക്കിയിട്ട് വീട്ടിൽ പോയാൽ മതി. കേരളത്തിലെ യൂണിയൻകാർ ഞങ്ങൾ ആരും വീട്ടിൽ പോയില്ല. ഞാൻ വീട്ടിൽ നിന്ന് കുറേ മാട്രസും കൊണ്ടുവന്നു, നല്ലൊരു മ്യൂസിക് സിസ്റ്റം അവിടെ ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിള്ളേരെയൊക്കെ കൊണ്ടുപോരെ, നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും നല്ല ഐസ്ക്രീമും എല്ലാം പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു, പാട്ടും പാടി. റിസൾട്ട് എത്രാമത്തെ ദിവസം പുറത്തിറക്കിയെന്നറിയാം? 3 മാസത്തിന് പുറം 7ാമത്തെ ദിവസം റിസൾട്ട് പുറത്തിറക്കിയപ്പോൾ 6 പത്രങ്ങൾ ഇൻക്ലൂഡിങ് മലയാള മനോരമ ഞങ്ങളെപ്പറ്റി എഡിറ്റോറിയൽ എഴുതി എന്താണെന്നറിയോ? എൻട്രൻസ് കമ്മീഷൻ ഓഫീസിന് 1ാം റാങ്ക് എന്ന്. അതേ ആൾക്കാർ, താങ്ക് യു, അതേ ആൾക്കാർ, അതേ കമ്പ്യൂട്ടർ. പക്ഷെ അവിടെ സംഭവിച്ചു എന്താ? ഞാൻ ആ ഓഫീസിലേക്ക് ഒരു സ്വപ്നം കൊണ്ടുവന്നു, ആ സ്വപ്നം പങ്കിട്ടു. എൻ്റെ സ്വപ്നം എല്ലാവരുടെയും സ്വപ്നമായി, ആ സ്വപ്നം യാഥാർത്ഥ്യമായി. അത്ഭുതം നടന്നില്ലേ? സിമ്പിൾ. ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് ഈ വലിയ ഭരണപരിഷ്കാരങ്ങളും വേറെ കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം എല്ലാം അങ്ങ് നടത്താൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ചുമ്മാ പറയുന്ന. അവസാനം ഇതെല്ലാം മനുഷ്യ മനസ്സിലായിരിക്കുന്നത്. നമ്മൾ തീരുമാനിക്കണം, അതും പ്രത്യേകിച്ച് കേരള ജനത തീരുമാനിക്കണം. ഇത്രയും ബുദ്ധിയും ശക്തിയുമുള്ള ജനത വേറെ ലോകത്തിൽ എവിടെയുണ്ട്? ലോകത്തിൽ എവിടെ ചെന്നാലും നമ്മൾ ഏറ്റവും മിടുക്കന്മാരാണ്. ഡൽഹിയിലാണ് വന്നാലും. പക്ഷെ നമ്മൾ കേരളത്തിൽ വരുമ്പോൾ ഒരു ചുക്ക് ഇവിടെ സമ്മതിക്കുകയില്ല. വിൽ നോട്ട് അലൗ ചേഞ്ച്. യു സേ ഐ വിൽ ചേഞ്ച്, വി വിൽ മേക്ക് ദ ചേഞ്ച്. യു മസ്റ്റ് ഹാവ് ദ കറേജ് ടു സേ സോ. ഒരു ടീച്ചർ, നമ്മളെല്ലാം പറയും ഓ ഇവിടെ സ്കൂളിൽ പഠിത്തം നടക്കുന്നില്ല. പക്ഷെ ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ തീരുമാനിക്കുക, ഞാൻ ഈ ക്ലാസ് റൂമിനെ വിദ്യാഭ്യാസ മന്ത്രി ആരായിക്കോട്ടെ, കേന്ദ്രത്തിൽ ആരായിക്കോട്ടെ, ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് സ്വപ്നങ്ങൾ കാണിക്കാൻ ഞാൻ അനുവദിക്കും, ഞാൻ അവരെ വലിയ ആൾക്കാരാക്കും, അവർ സ്വപ്നം കാണും, അവർ വലിയ ആൾക്കാരാകും എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ടീച്ചർ വിചാരിച്ചാൽ ആ ക്ലാസ് റൂമിൽ വിപ്ലവം നടക്കും. അല്ലേ മക്കളെ? യെസ് ഓർ നോ? യു ടെൽ മീ, ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പം ഞാൻ എൻ്റെ പറയുന്നതിന് അർത്ഥം വേറെ പുറത്തെങ്ങും നോക്കാതെ ലുക്ക് ഇൻസൈഡ് യുവർ സെൽഫ്. യു ആർ ദ ചേഞ്ച്. യു മസ്റ്റ് ബ്രിങ് അബൌട്ട് ദ ചേഞ്ച്. ഡോണ്ട് വെയിറ്റ് ഫോർ സംബഡി എൽസ്. സിസ്റ്റം മോശമാണ്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? എല്ലാ IASകാരും കുറ്റം പറയുന്ന ആരെയാ? രാഷ്ട്രീയക്കാരനെയാ. ഓ ഞങ്ങളുടെ രാഷ്ട്രീയ സിസ്റ്റത്തിൽ ഒന്നും നടക്കുകയില്ല. ഐ സെഡ് യു ആർ ദ സിസ്റ്റം. ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഐ ആം ദ സിസ്റ്റം. ഞാൻ കളക്ടറായിരിക്കുമ്പോൾ ഒരൊറ്റ വില്ലേജ് ഓഫീസറോ ഒരു തഹസിൽദാറോ ഒരു സബ് കളക്ടറോ ഒരു 5 പൈസ കൈക്കൂലി മേടിക്കില്ലായിരുന്നു. ദേ വിൽ നോട്ട്. ഞാൻ പറഞ്ഞ ഞാൻ തല കൊയ്ത് കളയും. പക്ഷെ ഒരു അഴിമതിക്കാരനല്ലാതെ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അല്ലേ? കളക്ടറെ കൊണ്ടല്ലേ? അല്ലാതെ ഈ കണ്ണൂർ കളക്ടർ ചെയ്ത് പോണക്കല്ല. അവിടെ ഒരാളെ വിളിച്ചു വരുത്തി സ്വന്തം ഉദ്യോഗസ്ഥന് ഒരു രാഷ്ട്രീയക്കാരത്തിൽ വന്ന് തെറി പറഞ്ഞപ്പോൾ ആ കളക്ടർ കുനിഞ്ഞ് ചിരിക്കുകയാണോ വേണ്ടത്? വാട്ട് എ ഷെയിം, അല്ലേ? IAS രാജിവെച്ച് പോകുന്നത്. നിങ്ങളൊക്കെ എന്തിനാണ് IASിലേക്ക് വരുന്നത്? നിങ്ങളൊക്കെ നാടിന് നാണക്കേടാ. IAS നാണക്കേടാ. യു ഹാവ് ദ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് യുവർ ഓഫീസർ. യെസ് ഓർ നോ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിലല്ല നിങ്ങൾ പറയേണ്ടത്. യു കോൾ ഹിം പ്രൈവറ്റ്ലി ആൻഡ് സേ ഇദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണോ എന്ന്. അവിടെ പത്തനംതിട്ട കളക്ടർ എന്ന ദിവ്യ അയ്യരും നൂവും എല്ലാം പറഞ്ഞു. ആ ദിവ്യ അയ്യർ ഇദ്ദേഹത്തിൻ്റെ അടക്കിന് വന്നപ്പോൾ പൊട്ടിക്കറിഞ്ഞു. ദിവ്യ അയ്യർ കളക്ടറായിരുന്ന ആള് സേസ് യു സച്ച് എ ഗ്രേറ്റ് മാൻ. ഇതാ ഒരു കളക്ടർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെയൊക്കെ നട്ടല്ലേ എവിടെയാ മക്കളെ? ജീവിതത്തിൽ ഒരു കാര്യം മാത്രം തീരുമാനിക്കുക. നമ്മുടെ ശരീരത്തിലെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയം നമ്മുടെ ബുദ്ധിയല്ല. ബുദ്ധി നമുക്ക് എല്ലാവർക്കും ആവശ്യം കൂടുതലുണ്ട്, പ്രത്യേകിച്ച് മലയാളിക്ക്. നട്ടല്ലാണ്. നട്ടല്ല. ഓക്കെ? യുവർ ബാക്ക് ബോൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്യുപ്മെന്റ് ഇൻ യുവർ ബോഡി ആൻഡ് യുവർ ബാക്ക് ബോൺ ഈസ് ഇൻ യുവർ ബ്രെയിൻ. ബാക്ക് ബോൺ പുറകിലല്ല, ബാക്ക് ബോൺ ഈസ് ഇൻ യുവർ ബ്രെയിൻ. ഓക്കെ? റിമെമ്പർ ദിസ് കൊട്ടേഷൻ. യുവർ ബാക്ക് ബോൺ ഈസ് ഇൻ യുവർ ബ്രെയിൻ. ഓക്കെ? കേരളത്തെ പറ്റിയും മലയാളികളെ പറ്റിയുമാണ് അടുത്ത ചോദ്യം. 2 ഭാഗമുണ്ട്. ഒന്ന്, നമ്മൾ UPSC റിസൾട്ട് വരുമ്പം ഒരു 900 റാങ്ക് വരുന്നതിൽ നമുക്ക് ആകെ മലയാളികൾ അതിലൊരു 60 മാക്സിമം 50-60 പേര്, അല്ലെങ്കിൽ ചിലപ്പോൾ 20 പേരൊക്കെ വരുന്നുള്ളൂ. ആ ഒരു ട്രെൻഡിനുള്ള കാരണം എന്താണ്? നമ്മുടെ ഇവിടുന്ന് കുട്ടികൾ ഇപ്പം പിന്നോക്ക സംസ്ഥാനങ്ങൾ എന്നറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അത്രയും പോലും നമ്മുടെ ഇവിടുന്ന് കുട്ടികൾ UPSC പാസ്സാകുന്നില്ല. രണ്ടാമത്തെ ഭാഗം, ഇപ്പം ഒരു കറണ്ട് ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന കുട്ടികളുടെ മൈഗ്രേഷൻ. നമ്മുടെ കുട്ടികൾ ഇവിടെ നിൽക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനായിട്ടും പിന്നീട് അവിടെ സെറ്റിൽ ആവാനായിട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നു. അവർ തിരിച്ചു വരുന്നില്ല.
ഈ രണ്ട് കാരണങ്ങൾ, സംഭവങ്ങൾ, അതിൽ താങ്കളുടെ നിരീക്ഷണം എന്താണ്? ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടിയായി, ഇവിടെ അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിള്ളേർ നിങ്ങളെല്ലാം പുറത്ത് പോകണം കേട്ടോ. അവസരം കിട്ടിയില്ല, ഇവിടെ ചുമ്മാ ചൊറിയും കുത്തി ഇരുന്നിട്ട് നമ്മുടെ സുരേഷ് ഗോപി ആംബുലൻസിലാണോ വന്ന് ഇറങ്ങിയത് അതോ കാറയിലാണോ നടന്നു പോയോ? എന്താ ചപ്പു ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്? യു ടെൽ മീ, വൈ യു വേസ്റ്റിംഗ് യുവർ ടൈം? വൈ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് വിഷയങ്ങളില്ലേ? ഇതും കേട്ടോണ്ടിരിക്കണോ നിങ്ങൾ ചെറുപ്പക്കാരെ പിള്ളേർ? അപ്പോൾ അവസരങ്ങളില്ല മക്കളെ, എവിടെ വേണമെങ്കിലും പോയിക്കോ, യു ഗോ വെറെവർ യു വാണ്ട്. പക്ഷേ നമുക്കിവിടെ അവസരങ്ങൾ ഉണ്ടാക്കണ്ടേ? വൈ ഡോണ്ട് വി? ആദ്യത്തെ ചോദിച്ച ചോദ്യത്തിന്, ഇവിടെ 12ാം ക്ലാസ്സിൽ 1ാം റാങ്ക് കിട്ടിയ പെൺകുട്ടി 2001 ഞാനന്ന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. VJT ഹാളിൽ ഞങ്ങൾ വലിയ റിസപ്ഷൻ കൊടുത്തു. മുഖ്യമന്ത്രി വന്നു. അന്ന് ഈ കുട്ടിയുടെ പടം എല്ലാ പത്രത്തിലെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു, കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടിയെന്ന്. ഈ കുട്ടിക്ക് ഏതാണ്ട് 1 മാർക്കോ മറ്റോ പോയുള്ളത് പരീക്ഷയിൽ. ഈ സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടി സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ഒരു ലളിതമായ ചോദ്യം ഞാൻ ചോദിച്ചു, കുട്ടി, നീയാണല്ലോ കേരളത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി, നീ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോവുക? ഈ കുട്ടി കുറേ ചിന്തിച്ചിട്ട് മറുപടി പറഞ്ഞ എന്നാണെന്നറിയോ? ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ട് പറയാം. വെരി നൈസ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ കുട്ടി കേരളത്തിലെ ഏറ്റവും വലിയ മന്ദബുദ്ധിയാണ്, മെൻ്റലി റിട്ടാർഡഡ്. ആരൊക്കെയോ സാറുമാർ പറഞ്ഞു കൊടുത്ത നോട്ട് മനോഹരമായ വള്ളിയും പുള്ളിയും വിടാതെ എഴുതി, രാവിലെ മനോഹരമായ സ്വപ്നം കാണേണ്ട സമയത്ത് 4 മണിക്കും 5 മണിക്കും സ്കൂട്ടറിൻ്റെ പുറയിൽ കെട്ടിയിരുത്തിക്കൊണ്ടുപോയി ട്യൂഷന് വിട്ടിട്ട്, വൈകുന്നേരം വന്നിട്ട് അപ്പനോടും അമ്മയോടും ആരോടും സംസാരിക്കാൻ സമയമില്ലാതെ ട്യൂഷന് പോയിട്ട് കാണാതെ പഠിച്ച് പരീക്ഷാ പേപ്പറിലേക്ക് ഛർദ്ദിച്ചിട്ട് വിടുന്നു. ഇതാണ് കേരളത്തിലെ റാങ്ക്. ഇതാണ് കേരളത്തിലെ റാങ്ക്. എൻ്റെ അജീഷ, ഈ പിള്ളേരെ എവിടെ പോയി രക്ഷപ്പെടും? എന്തിനാ ജനിക്കുന്നതെന്നറിയാതെ, ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് ചോദിക്കാതെ, ആരൊക്കെയോ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് എഴുതി വിട്ട്, ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. സോറി, നമ്മളെങ്ങും എത്തൂല. ഞാൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEPയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഞാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആദ്യ ഭാഗം എൻ്റെ കൺട്രിബ്യൂഷനാണ്. പിള്ളേർ സ്വപ്നം കാണണം. എൻ്റെ പുതിയ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, ഡോണ്ട് ബി ഫോട്ടോ കോപ്പീസ്. പിള്ളേർ അപ്പനമ്മമാരുടെയും ടീച്ചറുടെയും കൂട്ടുകാരുടെയും ഫോട്ടോ കോപ്പി ആകരുത്. നിങ്ങൾ മക്കളോട് പറയണം, മോനെ മോളെ, നീ എന്നെപ്പോലെ ആകരുത്. ഞാൻ എത്ര വലുതാണെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയാണ്, നീ എന്നെപ്പോലെ ആകരുത്, നീ നിന്നെപ്പോണക്ക് തന്നെയാണ്. മക്കളെ കേക്ക്, ഹലോ ലിസൺ, നീ എന്നെപ്പോണക്ക് ആകരുത്, നീ നിന്നെപ്പോണക്ക് തന്നെ ആകണം. ഞാൻ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ കാര്യം പറയാം. ഞാൻ കോട്ടയം കളക്ടറായി കഴിഞ്ഞ് ഡൽഹി കമ്മീഷണർ ചെന്നപ്പോൾ എനിക്ക് 2 ആൺകുട്ടികളായിരുന്നു. 8 വയസ്സും 10 വയസ്സുള്ള, 3ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും. ഞാൻ അവരെ ഡൽഹിയിലെ ഏറ്റവും നല്ല സ്കൂളിലാക്കി, ഡോൺ ബോസ്കോയിൽ. 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ പ്രശ്നം. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും ഭാര്യയും കൂടി ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പിള്ളേർ അപ് ടു ദ സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അവർക്ക് ഇംഗ്ലീഷ് ഡൽഹി പിള്ളേരെ പോണക്ക് മണിമണിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു, കോട്ടയത്ത് ഒറ്റ CBSE സ്കൂളിലുള്ള ഞാൻ കളക്ടറായിരിക്കുമ്പോൾ ആ പ്രിൻസിപ്പളിന് ഒരു സെൻറ്റൻസ് നല്ല ഭംഗിയായിട്ട് പറയാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ പേര് പറയുകയല്ല. ഈ സാർ, ഐ ഡോണ്ട് കെയർ, ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. നിങ്ങളുടെ പിള്ളേർക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ പറഞ്ഞു, കേരളത്തിൽ 5ാം ക്ലാസ് മുതലേ ഹിന്ദി പഠിക്കുന്നുള്ളൂ. എൻ്റെ പിള്ളേർ ഇപ്പം 5ലേക്കും 3ലേക്കും വന്നോളൂ. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു കത്തോലിക്ക അച്ഛൻ, ഫാദർ പോൾ ഡോൺ ബോസ്കിൽ നിന്ന് മക്കളെ 8 വയസ്സ് 10 വയസ്സുള്ള മക്കളെ പുറത്താക്കി, TC ഒന്ന് പുറത്താക്കി. ഐ വാസ് വെരി സാഡ്. ഞാൻ പറഞ്ഞു, വളർത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്തൊക്കെ വലിയൊരു ആശങ്ക. അത് കഴിഞ്ഞ് എൻ്റെ വീടിന് അടുത്തുള്ള സ്കൂളിൽ കൊണ്ടാക്കി, ബ്ലൂ ബെൽ സ്കൂൾ. അവിടെ 1 മാസം കഴിഞ്ഞപ്പോൾ പ്രശ്നം. എൻ്റെ ഇളയ മകൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവന് ക്ലാസ് ടീച്ചർ പിടിച്ചിട്ട് ഈ ഹെഡ് മിസ്ട്രസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഈ കുട്ടിക്ക് വലിയ പ്രശ്നക്കാരനാണ്, ഇവനിതാ ഹോംവർക്കിലും ടെക്സ്റ്റ് ബുക്കിലും എല്ലായിടത്തും പടം വരയ്ക്കുക. സാധാരണ ടീച്ചർ പ്രിൻസിപ്പൾ എന്ത് ചെയ്യും? ഡയറി എടുത്തിട്ട് പറയും, നാളെ പേരൻസ് എൻ്റെ മുമ്പിൽ വരാൻ പറയും. ചെല്ലുമ്പം പറയും, ടെൽ യുവർ ചൈൽഡ് നോട്ട് ടു ഡു ദിസ്, ഇസ്ന്റ് ഇറ്റ്? ഈ പ്രിൻസിപ്പൾ സുമൻ കുമാർ പറഞ്ഞെന്താണെന്നറിയാവോ? ഈ സെഡ്, സൺ, your classroom walls are white, you paint them. When you finish your classroom, you go paint the entire school. ക്ലാസ് റൂമിൻ്റെ ഭിത്തിയൊക്കെ വെളുത്തതാ, നീ അത് പെയിൻറ്റ് ചെയ്തു. അത് തീരുമ്പോൾ നീ ഈ സ്കൂൾ മൊത്തം പെയിൻറ്റ് ചെയ്തോളാം. വൈകുന്നേരം മകൻ വീട്ടിൽ വന്നു പറഞ്ഞാൽ, അപ്പാ താങ്ക് യു, ഞങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൾ അപ്പോഴാണെങ്കിൽ ഇച്ചിരി ലൂസാണെന്ന് തോന്നുന്നു. അതാ മക്കൾ എന്നെ പറ്റി ചിന്തിക്കുന്നത്. ഇതാ, നമ്മൾ ലൂസാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അജീഷേ, അല്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഇസന്റ് ഇറ്റ്? നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിൽ ചിന്തിച്ചാൽ നമ്മുടെ ചിപ്പ് ബാക്കി എല്ലാവരുടെ ചിപ്പിനെ പോണക്ക് പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റൂല. അപ്പോൾ എൻ്റെ നട്ടിച്ചിട്ട് ലൂസാണ്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്.
താങ്ക് മൈ പേരൻസ് ആൻഡ് താങ്ക് മൈ ഗോഡ് ഫോർ ദാറ്റ്. അപ്പോൾ മകൻ പറഞ്ഞു ഞാൻ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, നീ എന്ത് വേണമെങ്കിലും അയക്കൂ. അന്ന് വൈകുന്നേരം ഞങ്ങൾ മാർക്കറ്റിൽ പോയി, ലാജ്പത് നഗറിൽ പോയി ക്യാൻവാസ് മേടിച്ചു. കൃത്യം 3 വർഷം കഴിഞ്ഞപ്പോൾ ആദർശിൻ്റെ ഫസ്റ്റ് പെയിൻറ്റിങ് എക്സിബിഷൻ നടന്നു. 1 മണിക്കൂർ കൊണ്ട് പെയിൻറ്റിങ് മുഴുവൻ വിറ്റ് ആദർശ് 11ാമത്തെ വയസ്സിൽ ടാക്സ് പെയർ ആയപ്പോൾ, ഇൻകം ടാക്സ് പെയർ ആയപ്പോൾ, താങ്ക് യു, എല്ലാവരും പറഞ്ഞു ഇതാ ഒരു ജീനിയസ് ജനിച്ചിരിക്കുന്നു, ഇവനൊരു പൊട്ടനാണെന്ന് പറഞ്ഞൊരു സ്കൂളിൽ നിന്ന് ഇവനെ ഡിസ്മിസ് ചെയ്തതാണ് 3 വർഷം മുമ്പ്. 12ാമത്തെ വയസ്സിൽ ഇവൻ്റെ സോളോ എക്സിബിഷൻ നടക്കുന്നു, ലളിത് കല അക്കാദമി സോളോ എക്സിബിഷൻ. 13ാമത്തെ വയസ്സിൽ ഇവൻ്റെ ഗ്ലോബൽ എക്സിബിഷൻ ഇന്ത്യൻ പ്രസിഡന്റ് നാരായണൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഡൽഹി, ലണ്ടൻ, ന്യൂയോർക്ക്, വാഷിങ്ടൺ. ആ പോയ വഴിക്ക് ലണ്ടനിൽ വെച്ച് ഒരു പെയിൻറ്റിങ് പറ്റി എത്ര രൂപയ്ക്കാണെന്നറിയോ? 10 ലക്ഷം രൂപയ്ക്ക് 1 പെയിൻറ്റിങ്. അതെന്താണെന്നറിയോ? ഗോൾഡൻ ഹാൻഡ്സ്, മദർ തെരേസ വിത്തൗട്ട് ദ മദർ തെരേസാസ് ഫേസ് ബട്ട് വിത്ത് എ ഗോൾഡൻ ഹാൻഡ്. ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താ? ഈ സെഡ് പുള്ളി പറഞ്ഞത് മദർ തെരേസ ചെയ്ത കാര്യം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഫേസ് ഇല്ലാത്ത മദർ തെരേസ ആണ് ഇറ്റ്സ് കോൾഡ് ദ ഗോൾഡൻ ഹാൻഡ് ചെയ്തിരിക്കുന്നത്. അവന് 16ാമത്തെ വയസ്സിൽ ഇന്ത്യക്ക് പുറത്തു പോയി. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എവിടെയാണ് നല്ല കലാസ്കൂളുകൾ ഇന്ത്യയിലുണ്ടോ? 16ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും നല്ല ആർട്ട് സ്കൂളിൽ പോയി പെയിൻറ്റിങ് പഠിച്ചു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പെയിൻറ്റിങ് പഠിച്ചു. അത് കഴിഞ്ഞ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുത്തു. 23ാമത്തെ വയസ്സിൽ ഒരു പ്രശസ്ത പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായി. ഇന്ത്യയിലാണെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ തല്ലിക്കൊളുത്തേനെ. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ മകനായതുകൊണ്ട് ഇതാ ഡയറക്ടറായി. അച്യുതാനന്ദനെ പറ്റി അതല്ലേ കേൾക്കുന്നത്? മകന് BCom കാരന് എന്നെ ഏതോ IHR ഡയറക്ടറായി എന്ന് പറഞ്ഞ് അലഗേഷൻ കേൾക്കുന്നില്ലേ? ഏതായാലും ഇവിടെ എല്ലാത്തും നന്നായി. അവർ 28ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ 50 ഫിലോന്ത്രപ്പി ചെയ്യുന്ന ഫിലോന്ത്രപ്പിസിൻ്റെ ലിസ്റ്റിൽ വന്നു. ആദർശ് അൽഫോൺസ്. യു ക്യാൻ ഗൂഗിൾ ആൻഡ് സീ ആദർശ് അൽഫോൺസ്. ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു കുട്ടി ഈസ് ഡൂയിങ് ദാറ്റ്. ആൻഡ് ഇപ്പോൾ അമേരിക്ക 46 സ്കൂളുകൾ നടത്തുന്നുണ്ട്, പെയിൻറ്റിങ് സ്കൂളുകൾ, എല്ലാം ഫ്രീ ആണ്. എവറിത്തിങ് ഈസ് ഫ്രീ. ഈസ് ഇറ്റ് പോസിബിൾ? എന്തുകൊണ്ട് പുറത്തു പോകുന്നു എന്ന് ചോദിച്ചല്ലോ. ആദർശ് ഇന്ത്യയിലായിരുന്നെങ്കിൽ, ആ ഡോൺ ബോസ്കോയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? അവൻ വല്ല ഒരു ക്ലാർക്ക് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതുകൊണ്ടല്ല. അവനങ്ങനെ വല്ലതും ആയേനെ. You must look for opportunities. Doesn't matter, the whole world is your village. You understand me? Not just like our സുന്ദര കേരളം. ഇവിടെ പിടിച്ചിങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. Go wherever you get opportunities. But my point is, if I could do things, എനിക്ക് കാഞ്ഞിരപ്പള്ളി MLA ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെങ്കിൽ, കോട്ടയം കളക്ടറായിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ കോട്ടയത്തെ നയിക്കാൻ സാധിച്ചെങ്കിൽ, നമുക്ക് എന്തുകൊണ്ട് ഭരിക്കുന്ന ആൾക്കാർ കേരളത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല? Yes or no? Ask your MLA, ask your MP, ask your minister. You please ask them. ഇതെല്ലാം പോസിബിളാ. പക്ഷേ അത് സംഭവിക്കണം, ഇത് നടക്കാൻ സാധിക്കും. നമ്മൾ കേരളമായിരുന്നു IT പൈനിയർ, ആദ്യത്തെ ടെക്നോ പാർക്ക് തുടങ്ങിയ കേരളമാണ്. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ IT ടേൺ ഓവറിനേക്കാളും 10 ഇരട്ടിയുണ്ട് UP, ഡൽഹിയിൽ തൊട്ടടുത്ത് നടക്കുന്ന നോയിഡയിലെ ടേൺ ഓവർ, IT ടേൺ ഓവർ കേരളത്തിൻ്റെ 10 ഇരട്ടിയാണ്. സി വേർ വേൾഡ് ഹാസ് ഗോൺ, വേർ ഇസ് കേരള? ഇന്ന് IBS മാത്യൂസ് ഇവിടെ ഉണ്ട്, കേരളത്തിലെ ഏറ്റവും വലിയ IT മേഖലയിൽ ജീനിയസ്, വേറെ ഒരു വേദിയിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. യു ഷുഡ് മീറ്റ് ഹിം. IBS ടെക്നോളജി. പുള്ളി മാത്രമേ ഉള്ളൂ കേരളത്തിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ബാക്കിയെല്ലാം പ്രോസസ്സിങ്ങാ. IT കൂലി ചെയ്യുന്ന പരിപാടി, നമ്മുടെ സായിപ്പിന് വേണ്ടി കൂലി ചെയ്യുക. Come on, we are intelligent, we are capable. Why can't we do this? Yes or no? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഓരോ ദിവസവും. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, നമുക്കിനി ഓഡിയൻസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ സാറിനോട് ചോദ്യം ചോദിക്കേണ്ട ആളുകൾ കൈ ഉയർത്തിയാലും മൈക്ക് അവിടെ നൽകുന്നതായിരിക്കും. ഹായ് സർ, ഞാൻ കൊടിയത്തൂർ ഒരു സ്കൂളിലാണ് പേര് പറ. ഞാൻ ഹദിയ ബിൻത്ത് ഫാസിൽ. See, your biggest identity is your name, yes or no? Yes. So you should always say I am so and so, I am so proud of my name, okay? Yeah. I'm ഹദിയ ബിൻത്ത് ഫാസിൽ. ഞാൻ കൊടിയത്തൂർ ഫേസ് ക്യാമ്പസിൽ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുകയാണ്. അപ്പം നമ്മൾ കുട്ടികളെല്ലാവരും, കൂടുതൽ ആളുകളും ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസിലോട്ട് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നവരാണ്. അപ്പം ഇപ്പം കൂടുതലും പൈസ കൊടുത്തിട്ട്, ഫീ കൊടുത്തിട്ട് പോകുന്നതാണ്. നമ്മൾ കൂടുതലും മെറിറ്റോറിയസ് ആയിട്ട് സ്കോളർഷിപ്പ് കിട്ടുമെന്നുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നോക്കുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളുടെ പ്രൊസീജിയേഴ്സ്, നമ്മളിപ്പോൾ എൻട്രൻസ് ടെസ്റ്റ് അതുപോലത്തെ പ്രൊസീജിയേഴ്സ് അല്ല ഉള്ളത്. ഇപ്പം ഫുള്ള് SOP, കുറേ essays എഴുതാൻ അങ്ങനെയെല്ലാം. അപ്പം നമ്മൾ ഇത്തരത്തിലൊരു കേരളത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ വളർന്നുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ആ ഒരു ലെവലിലേക്ക് റൈസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ കുറേ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ബാക്ക്വേർഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ സിസ്റ്റം ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക?
മോളെ നമ്മുടെ സിസ്റ്റം മോശമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ എല്ലാ സിസ്റ്റത്തിനെ കുറ്റം പറയും. ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കണം. യു അണ്ടർസ്റ്റാൻഡ് മീ? യു സേ സോറി, ഐ എം നോട്ട് ഹിയർ ടു സ്റ്റഡി ബൈ ഹാർട്ട്. നോ, ഞാൻ ചിന്തിക്കും, ഞാൻ തന്നെ സത്യം കണ്ടുപിടിക്കും, ഞാൻ തന്നെ വിവരങ്ങൾ കണ്ടുപിടിക്കും. വാട്സപ്പിലല്ല. ഇന്ന് കേരള ജനതയും ഇന്ത്യൻ ജനതയും മനുഷ്യൻ മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ കുന്തത്തല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായത്. ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് മാൻകൈൻഡ്. സത്യം ഇതിലാണ് വരുന്നത്. സോറി, പ്ലീസ് കീപ് യുവർ മൊബൈൽ അവേ. ഡോണ്ട് വാച്ച് റബിഷ് ഓൺ ടിക്ടോക്ക്, യുവർ യൂട്യൂബ്, യുവർ ഓൾ ദ റബിഷ്. ഞാൻ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഗൂഗിൾ ചെയ്താണ് മിക്കവാറും ഇൻഫർമേഷൻ. ഫോണിൽ ഗൂഗിൾ ചെയ്താണ് ഞാൻ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. എൻ്റെ പുസ്തകം എഴുതിയപ്പോൾ ഞാൻ മിക്കവാറും ഈ ഫോണിൽ ഗൂഗിൾ ചെയ്താൽ നല്ല കാര്യങ്ങൾ ചെയ്യാതെ ഒരായുധം മുണക്കാം. സോ യു ഡിസൈഡ്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനമാരോട് പറയണം, എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കാൻ പറയണം. ആ അരമണിക്കൂറെങ്കിലും ഇരുന്ന് ഡിന്നർ കഴിക്കണം. ആ സമയത്ത് ഒരു മൊബൈൽ ഫോണും വേറെ ഒന്നും പറ്റൂല. നിങ്ങൾ നിങ്ങളുടെ അപ്പനമാരോട് സംസാരിക്കണം. യു മസ്റ്റ് ടോക്ക്. യു അണ്ടർസ്റ്റാൻഡ് മീ? ടോക്ക് അബൌട്ട് കേരള. കേരളത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി, നിങ്ങളുടെ പ്രശ്നങ്ങളെപ്പറ്റി, നിങ്ങളുടെ സ്കൂളിൽ അന്നത്തെ ദിവസത്തെപ്പറ്റി, ലോകത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി ഒക്കെ സംസാരിച്ചുകൂടെ? യെസ് ഓർ നോ? മൊബൈൽ ഫോൺ പറ്റൂല, നിർബന്ധം പിടിക്കണം. നിങ്ങൾ നിർബന്ധം പിടിക്കണം. അപ്പുറം അമ്മയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടുപിടിക്കണം. ആൻഡ് യു മസ്റ്റ് കീപ് ടോക്ക് ടു അസ്. പിന്നെ മക്കളെ വായിക്കുക, റീഡ്. ഞാൻ ആയത് വായനയാണ്. ഞാനൊരു 15 വയസ്സ് മുതൽ ഒരു 19-20 വയസ്സ് വരെ എന്തോരം വായിച്ചു എന്ന് ചോദിച്ചാൽ അൺലിമിറ്റഡ് വായനയാണ്. ഐ ജസ്റ്റ് റീഡ് ആൻഡ് റീഡ് ആൻഡ് റീഡ്. യു അണ്ടർസ്റ്റാൻഡ്? ആ ചിന്തിച്ചു കഴിയുമ്പോൾ പിന്നെ ഞാൻ ഓരോ നല്ലൊരു പാരഗ്രാഫ് കണ്ടാൽ ഞാൻ എൻ്റെ ഭാഷയിൽ എഴുതാൻ നോക്കും. യു അണ്ടർസ്റ്റാൻഡ്? സോ യു ഡിസൈഡ്. ഞാൻ വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിക്കും. ഞാൻ സത്യം കണ്ടുപിടിക്കും. ഞാൻ അറിവ് കണ്ടുപിടിക്കും. ഞാൻ ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരുത്തും. ആ ഒരൊറ്റ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കുട്ടി, യു വിൽ ബിക്കം എ ഗ്ലോബൽ ലീഡർ. യു അണ്ടർസ്റ്റാൻഡ് മീ? Yes, I want to see you after 10 years. Where are you going to reach? Yes. അവിടെ ഒരാൾ കൈപൊക്കിയ ജെന്റിൽമാൻ ദെയർ. അവിടെ മൈക്ക് കൊടുക്കൂ. നമസ്കാരം സാർ, എൻ്റെ പേര് രജിൽ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുവാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് തുല്യത എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏത് സംസ്ഥാനങ്ങളോ കേന്ദ്രം എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയം ഒന്നും പറയല്ല, നമ്മൾ അധികാര സ്ഥാനങ്ങളിൽ ഇപ്പോൾ ആൾക്കാർ ഏതെങ്കിലും ആൾ ഒരു അഴിമതി കാണിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ അന്വേഷണം സ്ലോ ആയിട്ട് പോവുകയാണ്, അതില്ലാതായി പോകുന്നുണ്ട്. അപ്പം ഇതുകൊണ്ടല്ലേ അഴിമതികൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശക്തമായ നടപടികളിൽ നിന്ന് പ്രസംഗിക്കുമെങ്കിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ആ അഴിമതിയിൽ അന്വേഷണമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഇഡിയുടെ റെയ്ഡാണെങ്കിൽ അതൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ CAG റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതെല്ലാം യഥാർത്ഥ പ്രശ്നം. നമ്മൾ രാഷ്ട്രീയം നോക്കാതെ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ അയാൾ തള്ളി പറഞ്ഞുകൊണ്ട് അയാളെ പുറത്താക്കാനുള്ള നമ്മൾ തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ സാർ, കോളേജ് അധ്യാപകനായിട്ട് വർക്കുന്ന ഒരു അഭിപ്രായം കൂടി പറഞ്ഞോട്ടെ. നമ്മളിവിടെ അവസരം ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അപ്പാട് പുറത്തു പോകണം എന്ന് പറയുന്നത് സിസ്റ്റം ശരിയല്ല സാർ. നമ്മളിപ്പോൾ കേന്ദ്രത്തിൻ്റെ തന്നെ 4 വർഷ ബിരുദ കോഴ്സുകളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നത് കുട്ടികൾക്ക് 3 വർഷം കഴിഞ്ഞാൽ അവരുടെ റിസർച്ചിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പഠിക്കാൻ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ അവസരം ഇല്ലെങ്കിൽ ഇപ്പോൾ വിദേശത്ത് പോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജുകളിൽ ഇപ്പോൾ തന്നെ കുട്ടികൾ വളരെ കുറവാണ്. പല കോളേജുകളും നടത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞാനൊക്കെ SLCക്ക് സാറ് പറഞ്ഞ പോലെ 140 മാർക്ക് വാങ്ങിയ ഒരാളാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ ജേണൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3 ആന്തോളജി ബുക്കിൽ ഇംഗ്ലീഷ് പോയംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാർ, ഞങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ് സാർ. SLC വരെ ഇംഗ്ലീഷിൽ 140 മാർക്ക് കിട്ടിയ ഒരാളാണ്. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാറാൻ പറ്റും. അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്നല്ലേ സാർ നമ്മൾ പറയേണ്ടത്. ഞാൻ പറഞ്ഞോട്ടെ, ഒന്നും വിചാരിക്കരുതേ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സാറുമാരും നമ്മുടെ അപ്പനമ്മമാരുമാണ്, അല്ലേ? സാറിനോ ഈ 2 കാറ്റഗറി ഒന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പനമ്മമാരെയും സാറുമാരെയും ഒന്ന് ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ലോകം ഒത്തിരി നന്നാവുമായിരുന്നു. Absolutely, I'm telling you, the biggest enemy of a child is a parent telling the child, you become a doctor, you become an engineer. എന്തുകൊണ്ടാ? ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ATMകളായി നമ്മൾ വീട്ടിൽ മാറണം, അല്ലേ? Children are to be ATM. Sorry, that is not the intention. ഞാൻ പല യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. സാർ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിക്കുന്നത്? ഏതാ? കാലിക്കറ്റ്. ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായിരിക്കും പല യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. നമ്മുടെ സാറുമാർ പഠിക്കുമോ സാറേ? യു ടെൽ മീ. നമ്മുടെ സാറുമാർ ആഗോള ചിന്ത എവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? യു ടെൽ മീ. ഞാനൊരു ഇക്കണോമിക്സ് പഠിക്കുന്ന ആളാണ്. നമ്മുടെ സാറുമാർ ഇന്നും പഠിപ്പിക്കുന്ന ഇക്കണോമിക്സ് 50 വർഷത്തെ സാമൂഹ്യൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സാറുമാർ പഠിക്കുമോ? യൂണിയൻ പ്രവർത്തനവും അതിനപ്പുറത്ത് രാഷ്ട്രീയമല്ലാതെ നമ്മുടെ സാറുമാർ എന്താ ചെയ്യുന്നത്? യു ടെൽ മീ. ഐ എം സോറി. നമ്മളിവിടെ ചെയ്യുന്ന PhD തീസിസ്, സാറ് പറഞ്ഞ PhD തീസിസ് ഉണ്ടെന്ന്.
ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ക്യൂസാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിക്കലിരിക്കുമ്പം മഹായുദ്ധമായിരുന്നു. എന്താണെന്നറിയോ? ഐറ്റം നമ്പർ 50 മുതൽ 100 വരെ ഐറ്റം വരുമ്പോൾ വൈസ് ചാൻസലർ പറയും സ്കിപ്പ് ഫാസ്റ്റ്. ഞാൻ പറഞ്ഞു നിൽക്കുക, ഇതെന്താ ഇത് എന്നാണെന്നറിയോ? PhD തീസീസാണ്. PhD തീസീസ് സിൻഡിക്കേറ്റിൻ്റെ അപ്രൂവൽ വേണം, പക്ഷേ സിൻഡിക്കേറ്റ് നോക്കരുത്. ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാ? ഇല്ല, അത് അക്കാഡമിക് കൗൺസിലിൽ അപ്രൂവ് ചെയ്താ. ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ ഈ കുന്ത ഇവിടെ കൊണ്ടുവരുന്നത്? എൻ്റെ മുമ്പിൽ കൊണ്ടുവരണ്ട. ഞാൻ പറഞ്ഞു ഓരോന്നും എടുത്തിട്ട് ഈ സാധനം കോപ്പി ചെയ്തതാണോ എന്ന് മിക്കവാറും 90% കോപ്പി ചെയ്താണ്, കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. നിങ്ങൾ ഫോട്ടോ കോപ്പി കടച്ചെന്നാൽ നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും PhD കിട്ടും. കേരളത്തിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയുടെ പ്ലേജിയറൈസിങ് ഈസ് എ ബിഗസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഞാൻ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിച്ചതാ. സാറേ, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ PhD കൊണ്ട് ഒരൊറ്റ PhD കൊണ്ട് കേരളത്തിൽ ജനതയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ട് സാറിന് പറയാൻ പറ്റുമോ? യു ടെൽ മീ. ഞാൻ അവിടെ പറഞ്ഞു ഇവിടുത്തെ PhD തീസീസ് ആണെങ്കിൽ ഒന്നെങ്കിൽ മനുഷ്യൻ്റെ അറിവിൻ്റെ ആ ഹൊറൈസൺ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യണം. രണ്ടാമത് ഈ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ കണ്ടുപിടുത്തങ്ങളായി മാറി മനുഷ്യന് ഗുണമുണ്ടാകണം. സാറേ, കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? യു ടെൽ മീ. നോട്ട് ഹാപ്പനിങ്. നമ്മൾ പഠിപ്പിക്കുന്ന ചപ്പാണ്. ഈ പിള്ളേരെ നശിപ്പിച്ച് കളയാണ്. എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു സാറേ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, മക്കളെ, നിങ്ങളിപ്പോൾ എല്ലാം പോകുന്നത് കാനഡയ്ക്കാണ്. മിക്കവാറും ആൾക്കാർ പോകുന്നത് 3rd റേറ്റ് കോളേജിലേക്കാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്കാളൊക്കെ മോശമാണ്. ഇതാ സാറ് പറഞ്ഞത് സത്യമാണ്, മോശമാണ്. അവിടെ പഠിത്തത്തിൻ്റെ കൂടെ ജോലി കിട്ടുമെന്ന് പറയുന്നു, അവിടെയെങ്കിലും ജോലിയൊന്നുമില്ല. ഇപ്പോൾ ട്രൂഡോ നിങ്ങളെ എപ്പോൾ കടലിലേക്ക് എടുത്തെറിയുമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പ്ലീസ് ജസ്റ്റ് ഡോണ്ട് ഗോ ലൈക്ക് ദാറ്റ്. ഗോ ടു ഓൺലി ഗുഡ് യൂണിവേഴ്സിറ്റീസ്. ഐ അലൗഡ് മൈ ചിൽഡ്രൻ. ഐ സെഡ്, എൻ്റെ മക്കളോട് പറഞ്ഞു ഞാൻ പൈസ തരികയില്ല, നിങ്ങൾ അഡ്മിഷൻ മേടിച്ചു, പക്ഷേ നല്ല യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഞാൻ നിങ്ങളെ അനുവദിക്കുള്ളൂ. എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പോയി പഠിച്ചു, പക്ഷേ go to only good universities. Don't waste your life, please. Therefore, foreign university എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടാത്ത നമ്മുടെ പിള്ളേർക്ക് ഒറിജിനലായിട്ടൊരു കാര്യം എഴുതാൻ അറിയത്തില്ല. അവർ മാർക്കല്ല നോക്കുന്നത്. അവർ നോക്കുന്നത് നിങ്ങളുടെ എസ്സേ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു, അത് നിങ്ങൾക്കൊന്നും എഴുതാനില്ല, പിന്നെ ആ യൂണിവേഴ്സിറ്റി നിങ്ങളെ എങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്നത്? സോ ഗോ ടു ഓൺലി ഗുഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ദാറ്റ് ഈസ് ദ ബിഗ് തിങ് ടു ഡു. യാ പാടൻ. ഓ, പൊളിറ്റിക്സ്. യാ സാറിനെ സംബന്ധിച്ചിടത്തോളം സാർ പോയി പറഞ്ഞ ഡ്രീംസ് ഒക്കെ വളരെ നീതിപൂർവം പിന്നെ ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി സാറിന് ഏറ്റവും കൂടുതൽ ഫീസിബിളായി തോന്നുന്നത് ഒരു സിവിൽ സർവീസ് ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലക്കാണോ, അതോ ഒരു പൊളിറ്റിക്കൽ രംഗത്ത് ഒന്ന ആളാണ് എന്ന നിലക്കാണോ സാറിനത് കൂടുതൽ പ്രായോഗികമായി തോന്നിയത് എന്നുള്ളത്? ഞാൻ പറയാം, ഞാൻ ചെയ്യുന്ന എന്ത് കാര്യവും ഞാൻ സന്തോഷമായി ചെയ്യുന്ന ആളാണ്. ഞാൻ IAS കാരനായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളാണ്. സബ് കളക്ടർ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു. കളക്ടർ ആയിരിക്കുമ്പോൾ ഏറ്റവും നല്ല കളക്ടർക്ക് അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് MLA ആയിരുന്നപ്പോൾ കളക്ടർ ആയിരുന്നതിനേക്കാളും 10 മടങ്ങ് എനിക്ക് കഠിനാധ്വാനം ചെയ്യണമായിരുന്നു. ലെറ്റ് മീ ടെൽ യു, ഈ മാരേജും മരണവും കൂടി നടക്കാതെ നമ്മൾ വികസനം നോക്കുകയാണെങ്കിൽ 10 മടങ്ങ് എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ജോലിയാണ് ബീങ് ആൻ MLA. അധികാരം ഒന്നുമില്ല ജനങ്ങളുടെ മുന്നിൽ വെച്ച് കണ്ടാലോ, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ്. ഞാൻ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോഴല്ല എനിക്ക് ഏറ്റവും കൂടുതൽ അധികാരം എനിക്ക് തോന്നി, വെറും ഒരു MP ആയിരിക്കുമ്പോഴാണ്. കാരണം എന്നറിയോ, കേന്ദ്രമന്ത്രിക്ക് ഏതെങ്കിലും ബില്ല് വരുമ്പോഴേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ പാർലമെൻറ്റ് ചോദ്യം വരുമ്പോൾ. പക്ഷേ ഒരു MP ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. സാർ എൻ്റെ പ്രസംഗങ്ങൾ ഞാൻ മിക്കവാറും സംസാരിക്കുന്ന സാമ്പത്തികത്തെ പറ്റിയാണ്. യൂട്യൂബിൽ പോയി നോക്കിയോളൂ. അപ്പോൾ യൂട്യൂബിൽ നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ, പോയി നോക്കിയോ. എൻ്റെ ഓരോ പ്രസംഗവും ഒരു 50 നമ്പറെങ്കിലും കാണും കണക്ക്. ഞാൻ ഒരു കടലാസും നോക്കാറില്ല, ദീർഘമായ പ്രസംഗങ്ങളുമാണ്. ഒരൊറ്റ മനുഷ്യൻ കണ്ണടയ്ക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇവിടെ ഞാൻ സമ്മതിച്ചോ? ഇല്ല. ഞാനിവിടെ പ്രസംഗിച്ച ആരെങ്കിലും കണ്ണടച്ചോ? ഇല്ല, സമ്മതിക്കൂല. കാരണം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കണം. ഞാൻ അതുപോലൊക്കെ റിസർച്ച് തലേദിവസം തന്നെ റിസർച്ച് ചെയ്ത് എൻ്റെ PA അല്ല സെക്രട്ടറി, ഞാൻ തന്നെ ഇന്ത്യൻ എക്കോണമിയെ പറ്റി റിസർച്ച് ചെയ്ത് ഞാൻ തലേദിവസം ഈ കണക്ക് മുഴുവൻ എഴുതിയിട്ട് ഞാനിത് മുഴുവൻ കാണാൻ പഠിച്ച് അടുത്ത ദിവസവും രാവിലെ മുഴുവൻ ഈ കണക്ക് മുഴുവൻ കാണാൻ പഠിച്ചേ. പക്ഷേ എൻ്റെ പ്രസംഗം മുഴുവൻ ഇഷ്ടംപോറാണ്. ഒന്നും ആരും പറഞ്ഞു തന്ന കണക്കല്ല. ഞാൻ ഡ്രമാറ്റിക്കാവും, ഒരൊറ്റ മനുഷ്യൻ ഉറങ്ങൂല. അതാ പറയുന്നത്, നമുക്ക് ഏത് ജോലിയിലാണെങ്കിലും നമുക്ക് ആസ്വദിക്കാം. ഞാൻ ഡൽഹി കമ്മീഷണറായി കഴിഞ്ഞിട്ട് ഞാൻ അവധിയെടുത്ത് 1 വർഷം എൻ്റെ ഭാര്യയോട് ചേരിയിൽ ജോലി ചെയ്തു. വളരെ സന്തോഷകരമായിരുന്നു. ചേരിയിൽ ആശുപത്രി നടത്തി, സ്കൂള്, ടൈലറിംഗ് സെൻറ്റർ, ടോയ്ലറ്റ് കോംപ്ലക്സ്. അപ്പോൾ നമുക്ക് ഏത് പണിയിലിരുന്നാലും നമുക്ക് ഏറ്റവും നല്ലവണ്ണം ജോലി ചെയ്യാൻ സാധിക്കും. ഞാൻ എൻട്രൻസ് കമ്മീഷനായിരുന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ കഥ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനും ഇടപെട്ടില്ല, ഒരിക്കലും. പക്ഷേ എൻട്രൻസ് പരീക്ഷ റിസൾട്ട് പുറത്താക്കി കഴിഞ്ഞപ്പോൾ പുതിയൊരു മന്ത്രിസഭ വന്നു, പുതിയൊരു മന്ത്രി വന്നു. എന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്നെ മുറിയിലേക്ക് വിളിച്ചിട്ട്
മന്ത്രിമാരുടെ ഓഫീസിൻ്റെ പുറകിൽ ഒരു മുറിയുണ്ട്, ഞാൻ അതിനെ വിളിക്കുന്നത് ദ ചേംബർ ഓഫ് സിന്ന, പാവങ്ങളുടെ മുറി. എല്ലാ ഡീലും അവിടെ നടക്കുന്നത്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് മന്ത്രി പറഞ്ഞു, ഇതാ ഈ കുട്ടിയും മെഡിക്കൽ കോളേജിലേക്ക് നേരെ പോവുകയല്ല, അവൻ എൻട്രൻസ് പരീക്ഷ നല്ല റാങ്കില്ല, പക്ഷേ അവൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചാൽ അവനൊരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആവും, അവൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോവും, അതുകൊണ്ട് അൽഫോൺസ് ഇത് ചെയ്യണം. ഞാൻ പറഞ്ഞു, സാറേ ഇത് തെറ്റല്ലേ, ഇത് കുറ്റമല്ലേ? ഈ സെഡ് നോ, ഇത് നമ്മൾ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ഞാൻ ചെയ്യൂല. പുള്ളി പിന്നെ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ എന്ത് ചെയ്തു എന്നറിയാമോ? അടുത്ത ദിവസം നമ്മളൊക്കെ സെയിൻ്റ് എന്ന് പുണ്യവാളനാണെന്ന് വിളിക്കുന്ന AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ ദിവസത്തിൽ അടുത്ത ദിവസം ക്യാബിനറ്റിൽ അജണ്ടയ്ക്ക് മുമ്പായിട്ട് എന്നെ മാറ്റുന്ന വിഷയം കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റി ലാൻഡ് യൂസ് കമ്മീഷനായിട്ട് പോസ്റ്റ് ചെയ്തു. ഒരു ടോയ്ലറ്റിൻ്റെ ഒരു കക്കൂസിൻ്റെ പോലും വലുപ്പമില്ലാത്ത ഓഫീസ്, വികാസ് ഭവനിൽ ഒരു ഫയലും ഇല്ലാത്ത ഓഫീസിൽ എന്നെ ആക്കി. അന്ന് ഓർക്കുന്നുണ്ടാണ്, അന്നാണ് ഞാൻ ജലസമ്പർക്ക പരിപാടി നടത്തിയത്. മഴവെള്ളം കുടിവെള്ളമാക്കിയത് അന്ന് മലയാള മനോരമ ആ സ്കീമായിട്ട് എടുത്ത് ഞാൻ തുടങ്ങിയ പരിപാടിയാണ്. ഞാൻ എല്ലാ ദിവസവും ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിലും ടെലിവിഷൻ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നു. ഒരു പണിയില്ലാത്ത ഓഫീസിൽ പോയി ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഓഫീസാണ്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പേടിയാവോ, ഞങ്ങളെ ട്രാൻസ്ഫർ ആക്കും, സോ വാട്ട്? എന്നെ എങ്ങുമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഞാൻ ഐ കോൾ ഇറ്റ് ദ ഡോഗ് ഹൗസ്. എന്നെ ഈ പട്ടിക്കൂട്ടിലാക്കിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഫ്രണ്ട് പേജിലായിരുന്നു, കാരണം അവിടെ വ്യത്യാസം ഉണ്ടാക്കി. എനിവെയർ, എനി പ്ലേസ് വി ക്യാൻ മേക്ക് എ ഡിഫറൻസ്, യു ജസ്റ്റ് ഹാവ് ടു ഡിസൈഡ്. പിന്നെ എന്തിനാണ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കുന്നത്? ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് ഈ തോന്നിവാസങ്ങൾ എന്തിനാ ചെയ്യാൻ പോകുന്നത്? എന്താ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. സെക്രട്ടേറിയറ്റിലെ സീനിയർ ഉദ്യോഗസ്ഥനാണെങ്കിൽ മുറി പോലും മാറുകയില്ല, അവിടുത്തെ ബോർഡ് മാത്രം മാറുകയുള്ളൂ. PW ആനിമൽ സംരക്ഷണം എന്ന് എഴുതി വെക്കും. സോ വാട്ട്? പട്ടിയെ നോക്കുക, പശുവിനെ നോക്കുക, വൈ നോട്ട്? നമുക്ക് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ഗസ്റ്റുകൾ എത്തിക്കഴിഞ്ഞു. അപ്പം സോറി, വി ആർ നോട്ട് എൻക്രോച്ചിങ് ഓൺ യുവർ ടൈം. മോൾക്ക് നേരിട്ട് ചോദിക്കാം കേട്ടോ, അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ സാർ, നെക്സ്റ്റ് സാറേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം. അടുത്ത സെക്ഷനിൽ ടൈമായി, അതുകൊണ്ടാണ്. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവര് വെയിറ്റ് ചെയ്യണം, അതുകൊണ്ടാണ്. One last question. ഓക്കെ, പെട്ടെന്ന് ചോദിച്ചോളൂ. Can you have the mic? So, my name is Samina Yunus. So 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുന്നുണ്ടായി. ആ ടൈമിൽ ഞാൻ സാറിന്റെ പ്രൊഫൈലാണ് പ്രസന്റ് ചെയ്തത്. അന്നേരം എനിക്കെതിരെ ഉയർന്നൊരു ചോദ്യമുണ്ട്. ഇദ്ദേഹം ഒരു പൊളിറ്റിക്കൽ കൊമേഡിയൻ ആണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത്. സോ ഈ പൊളിറ്റിക്കൽ കൊമേഡിയൻ എന്ന് പറഞ്ഞ ടൈറ്റിലിനോട് സാറിന്റെ അഭിപ്രായം എന്താണ്? ഞാനൊരു കൊമേഡിയനാണ്. ഞാൻ 2018 ഞാൻ പറയാം, കോൺഗ്രസ് പറയാം. 2018 ഇവിടെ പ്രളയം വന്നപ്പോൾ കേന്ദ്രമന്ത്രിമാരൊക്കെ ഹെലികോപ്റ്റർ വരും, പറന്നു പോവും. ഞാനിവിടെ പ്രളയം നടന്ന സ്ഥലത്ത് പോയി കടന്നു. ആ കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, ഞാൻ ഒരിക്കലും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും PM-രെ ഒരിക്കലും കൊണ്ടുപോകില്ല. അന്ന് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്നതിൻ്റെ പടം എടുത്തിട്ട് മീഡിയയിലിട്ട് അൽഫോൺസ് കണ്ണന്താണ് ഇതാ റിലീഫ് ക്യാമ്പ് വന്നു. എന്നെ അതുകൊണ്ടല്ലേ കൊമേഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എൻ്റെ പത്രം തന്നെ, BJP-യുടെ പത്രം തന്നെ എനിക്കത് എഡിറ്റോറിയൽ എഴുതി. ഞാൻ അടുത്ത 4 ദിവസം എന്ത് ചെയ്തു എന്നറിയാം. ഇതാ ഞാൻ പറഞ്ഞു, ഞാനൊരു തൻ്റെടിയ തോന്നിവാസിയാണ്. അടുത്ത 4 ദിവസം ഞാൻ പിന്നെയും പോയി റിലീഫ് ക്യാമ്പ് ജനങ്ങളൂടെ കടന്നു. ഞാൻ അങ്ങനെയാണ്. യെസ്, താങ്ക് യു. വാട്ട് യു തിങ്ക് ഈസ് കോമഡി ഈസ് ആക്ച്വൽ ലൈഫ്, മൈ ഡിയർ, ആക്ച്വൽ ലൈഫ്. ഐ കീപ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, വെൻ സംബഡി വാണ്ട്സ് ടു ഡിസ്ട്രോയ് യു പൊളിറ്റിക്കലി, ദേ വിൽ സേ ഈസ് എ കൊമേഡിയൻ. ഐ ഹവ് ഡൺ ആക്ച്വൽ വർക്ക്. ശരിക്ക് പ്രവർത്തിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആളാണ്. പക്ഷേ ജനങ്ങൾ എവിടെയാണോ അവിടെ പോയി ഞാൻ കിടക്കും. ആൻഡ് ഇഫ് യു somebody thinks ഇത് കോമഡിയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ വിചാരിച്ചോട്ടെ. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ഞാൻ ഫേസ്ബുക്കിൽ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ലൈക്സ് നോക്കാറില്ല. ഇറ്റ്സ് മൈ ലൈഫ്. ഐ ലിവ് മൈ ലൈഫ് ദ വേ ഐ വാണ്ട്. യു വാണ്ട് ടു ലൈക്ക് മീ, ഫൈൻ. യു ഡോണ്ട് വാണ്ട് ടു ലൈക്ക് മീ, go fly a kite. I don't care. Thank you all. Thank you for your valuable time.